സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേരള ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസ്കഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരികയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ നോക്കുക. ഓക്കെ, അതായത് കേരളത്തിലെ ജില്ലകൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഓക്കെ, സോ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 3 ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള ഡു നോട്ട് ഷെയർ എ ബൗണ്ടറി വിത്ത് എനി അതർ സ്റ്റേറ്റ്. കേരളത്തിലെ 3 ജില്ലകൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല എന്ന് പറയുന്നു. 9 ജില്ലകൾ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. 3 ജില്ലകൾ കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ആൻസർ എന്താണ്? ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? അപ്പോൾ നമുക്ക് കേരള ജോഗ്രഫി അറിയാം, പക്ഷേ അതിൽ വളരെ ബേസിക് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻസ് ബേസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നതും കേരള ജോഗ്രഫി ഒരു ബേസിക്സ് ടു അഡ്വാൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കുറേ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ചെറിയ ചില ഇൻഫർമേഷൻസ് അഡീഷണൽ ആയിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങളും കൂടെ നമ്മൾ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, സോ അത് ബേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. എക്സ്ട്രാ നിങ്ങൾക്ക് അറിയാത്ത, അപ്പോൾ കേരള ജോഗ്രഫി നമ്മൾ കാണുന്ന ജോഗ്രഫിയാണ്, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ ജോഗ്രഫി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, പക്ഷേ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ കൺസെപ്ച്വൽ ക്ലാരിറ്റി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, യെസ്, എക്സാക്ട്ലി. ഇവിടെ ആൻസർ എന്ന് പറയുന്നത്, ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. 3 ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള ഡു നോട്ട് ഷെയർ എ ബൗണ്ടറി വിത്ത് എനി അതർ സ്റ്റേറ്റ്. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യാത്ത 3 ജില്ലകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഒന്നാമത്തത് കോഴിക്കോടാണ്. കോഴിക്കോട് മറ്റ് സംസ്ഥാനവുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. കാരണം കോഴിക്കോടിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റേൺ സൈഡിൽ കിഴക്ക് ഭാഗത്തായിട്ട് വയനാട് നിൽക്കുന്നത് കൊണ്ട് തന്നെ കോഴിക്കോട് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നില്ല. അടുത്തത് ആലപ്പുഴ. തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കും. ആലപ്പുഴ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിന് ബോർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോട്ടയവും ഇതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യാത്ത ഒരു ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 3 ജില്ലകൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാം. ആ 3 ജില്ലകൾ ഈ പറയുന്നതാണ്: കോഴിക്കോട്, ആലപ്പുഴ, കോട്ടയം. ഈ പറയുന്ന 3 ജില്ലകൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല. അടുത്തത് 9 ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള ഷെയർ ബൗണ്ടറി വിത്ത് തമിഴ്നാട്. അതായത് 9 ജില്ലകൾ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോടിന് താഴേക്ക് വരുന്ന, അതായത് മലപ്പുറം മുതൽ താഴേക്ക് വരുന്ന മൊത്തം ജില്ലകൾ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന ആലപ്പുഴ, അതുപോലെ തന്നെ കോട്ടയം, ഇങ്ങനെയുള്ള ചില ഡിസ്ട്രിക്റ്റുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ 9 ഡിസ്ട്രിക്റ്റുകൾ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, അങ്ങനെ നിങ്ങൾ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൊല്ലം, ദെൻ പത്തനംതിട്ട, തിരുവനന്തപുരം. ഓക്കെ, നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലായിട്ട് 9 ഡിസ്ട്രിക്റ്റുകൾ നമുക്ക് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മുകളിൽ കിടക്കുന്ന 4 പേര് ഇതിൽ വരുന്നില്ല. ഓക്കെ, 4 പേര് വരുന്നില്ല. പിന്നെ അതിൽ വരാത്ത ഡിസ്ട്രിക്റ്റാണ്. ഓക്കെ, പിന്നെ അതിൽ വരാത്ത, അതായത് പിന്നെ വരാത്ത ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നതാണ് ആലപ്പുഴ. ആലപ്പുഴയും ഈ പറയുന്ന പോലെ തന്നെ അതിർത്തി പങ്കിടാത്ത ജില്ലയാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് 9 ഡിസ്ട്രിക്റ്റുകൾ നമ്മൾക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല, അല്ലെങ്കിൽ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടാത്തതാണ്. അടുത്തത് 3 ഡിസ്ട്രിക്റ്റുകൾ കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്നു എന്നാണ് പറയുന്നത്. അതായത് കാസർഗോഡ്, ദെൻ കണ്ണൂർ, ദെൻ വയനാട്. ഈ പറയുന്ന 3 ജില്ലകളാണ് കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് സി ഈസ് ദി റൈറ്റ് ആൻസർ. ഈ പറയുന്ന 3 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇതുപോലെ ഫണ്ടമെൻ്റലായിട്ട് നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ വന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു ചോദ്യമായിരുന്നു, മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു: കേരളത്തിലെ എത്ര ജില്ലകളാണ് ഒരു ജില്ലയുമായിട്ട് മാത്രം അതിർത്തി പങ്കിടുന്നത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, യെസ്, വയനാട് തമിഴ്നാടുമായിട്ട് വരുന്നുണ്ട്, നീലഗിരിയുമായിട്ട്. കാരണം വയനാട് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഊട്ടിയിലേക്ക് പോകുന്നത്. അപ്പോൾ വയനാട്, അതായത് മലപ്പുറം മുതൽ താഴത്തേക്ക് പ്ലസ് വയനാട്. പിന്നെ അതിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ആലപ്പുഴ, കോട്ടയം ഒഴിവാക്കി കഴിഞ്ഞാൽ മലപ്പുറം, വയനാട്, പിന്നെ അതായത് വയനാട് മുതൽ താഴത്തേക്ക് വരുന്നത്. ഓക്കെ, ഞാനിവിടെ മലപ്പുറം എന്നല്ല പറയുന്നത്. യെസ്, വയനാട് മുതൽ താഴേക്ക് വരുന്ന ഡിസ്ട്രിക്റ്റുകൾ. ഓക്കെ, അതിൽ ആലപ്പുഴ അതുപോലെ തന്നെ കോട്ടയം ഒഴിവാക്കുക, കാരണം അവർ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ബൗണ്ടറി പങ്കിടുന്നില്ല. മുകളിൽ കിടക്കുന്ന 3 ജില്ലകൾ അതും എന്ത് ചെയ്യുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ബൗണ്ടറി പങ്കിടുന്നില്ല. പിന്നെ ഈ പറയുന്ന കോഴിക്കോടും, ഓക്കെ, കണ്ണൂർ, കാസർഗോഡ്, ദെൻ കോഴിക്കോട്, ഈ 3
പ്ലസ് താഴെ കിടക്കുന്ന ആലപ്പുഴ, കോട്ടയം 5 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 9 ജില്ലകൾ തമിഴ്നാടുമായിട്ട് ബൗണ്ടറി പങ്കിടുന്നുണ്ട്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നതാണ് ഇത്. കേരളത്തിലെ എത്ര ജില്ലകളാണ് ഒരു ജില്ലയുമായിട്ട് മാത്രം അതിർത്തി പങ്കിടുന്നത്? ഓക്കെ, ഒരു ജില്ലയുമായിട്ട് മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ? അതിർത്തി പങ്കിടുന്നുള്ളൂ. കേരളത്തിലെ എത്ര ജില്ലകളാണ് ഒരു ജില്ലയുമായിട്ട് മാത്രം അതിർത്തി പങ്കിടുന്നത്? യെസ്, എക്സാക്ട്ലി 2 ജില്ലകൾ മാത്രമേ അങ്ങനെ പോസിബിളി വരുള്ളൂ. ഓക്കെ, അത് ഏതൊക്കെയായിരിക്കും? ഒന്ന് കാസർഗോഡ്, രണ്ടാമത്തത് തിരുവനന്തപുരം. ഈ 2 ജില്ലകൾ മാത്രമാണ് ഒരു ജില്ലയുമായിട്ട് മാത്രം അതിർത്തി പങ്കിടുന്നത്. കാരണം കാസർഗോഡ് കണ്ണൂരുമായിട്ട് മാത്രം, തിരുവനന്തപുരം എന്ന് പറയുന്നത് കൊല്ലവുമായിട്ട് മാത്രം. ഇപ്പോൾ കൊല്ലം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, അതുപോലെ തന്നെ പത്തനംതിട്ട, അങ്ങനെ ബാക്കി ഏത് ജില്ലകൾ നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും 2 അതിലധികമോ ജില്ലകളുമായിട്ട് പങ്കിടുന്നുണ്ട്. യെസ്, ട്രിവാൻഡ്രം അതുപോലെ തന്നെ കാസർഗോഡ്, ഈ 2 ജില്ലകൾ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും, പക്ഷേ അവിടെ നമ്മൾ കുറച്ചൊന്ന് മൈൻഡ്ഫുള്ളായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു പോകുന്നത്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റാണ് എന്നുള്ളത് മാത്രം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ നമുക്ക് പ്രധാനമായിട്ടും 3 വിഭജിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അറിയാവുന്ന ഇൻഫർമേഷൻ തന്നെയാണ്. ആ 3 വിഭജനങ്ങളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഒന്ന്, മലനാട് വരുന്നുണ്ട്. മലനാട് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും കിഴക്കൻ ഭാഗത്തായിട്ട് വെസ്റ്റേൺ ഘട്ടിൻ്റെ ഭാഗമായിട്ട് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്ന മലയോര മേഖലയാണ് ഈ പറയുന്ന മലനാട് എന്ന് പറയുന്നത്. അതിന് താഴെയായിട്ട് ഇടനാട് പ്രദേശം വരുന്നുണ്ട്. അതിന് ഏറ്റവും കിഴക്ക് ഭാഗത്തായിട്ട് പടിഞ്ഞാറൻ തീര സമതലങ്ങൾ അല്ലെങ്കിൽ ലോ ലാൻഡ് വരുന്നുണ്ട്. അപ്പോൾ സമുദ്രത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ പറയുന്ന പടിഞ്ഞാറൻ തീര സമതലം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും കാലാവസ്ഥ അതുപോലെ തന്നെ മഴയുടെ ലഭ്യതയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതുപോലെ തന്നെ ഈ 3 പ്രദേശങ്ങളിലും കാണുന്ന മണ്ണിനങ്ങൾ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഓക്കെ, തികച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള മണ്ണിനങ്ങളാണ് ഈ 3 പ്രദേശങ്ങളിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വെസ്റ്റേൺ ഘട്ട പ്രദേശങ്ങളിൽ കൂടുതലായിട്ടും കാണുന്നത് ഫോറസ്റ്റ് ടൈപ്പാണ്. ഓക്കെ, ഫോറസ്റ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിലാണ് അവിടെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഈ ഒരു ഇടനാട് പ്രദേശത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ലാറ്ററൈറ്റ് സോയിലാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ദെൻ നമ്മൾ ഈ പറയുന്ന തീര സമതല പ്രദേശങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് എക്കൽ മണ്ണാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മണ്ണിനങ്ങൾ തികച്ചും വ്യത്യസ്തമായിട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ കൃഷിയും ജനവാസ രീതികളും ഈ പറയുന്ന 3 പ്രദേശങ്ങളിലും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനവാസ മേഖല ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? കേരളത്തിലെ ഈ പറയുന്ന മലയോര മേഖല, ഇടനാട്, അതുപോലെ തന്നെ പടിഞ്ഞാറൻ തീരസമതലം, ഈ പറയുന്ന 3 പ്രദേശങ്ങളെയും നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന മേഖല ഏതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ യെസ്, എക്സാക്ട്ലി ഇടനാട് അല്ലെങ്കിൽ മിഡ്ലാൻഡ് ആണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമെന്ന് പറയുന്നത്. ഓക്കെ, ജനസാന്ദ്രത കൂടിയ പ്രദേശമെന്ന് പറയുന്നതും ഈ പറയുന്ന ഒരു മിഡ്ലാൻഡ് ഏരിയ ആണ്. ഇനി അതുപോലെ തന്നെ ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ആ ജൈവ വൈവിധ്യത്തിൻ്റെ വിതരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം കാണപ്പെടുന്നത് ഈ പറയുന്ന മലയോര മേഖല അല്ലെങ്കിൽ ഹൈലാൻഡ് പ്രദേശത്തേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. സംരക്ഷിത വനമേഖലകൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന പ്രദേശമാണ് മലയോര മേഖല എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഏറ്റവും ജൈവ വൈവിധ്യം വരുന്നത് മലയോര മേഖലയാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് ഇടനാട് പ്രദേശത്തേക്കാണ്. ഇനി അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ചോദിച്ചത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് ഇടനാടാണ്. ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. ഓക്കെ, യെസ്. ഇനി എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന 3 ഭൂപ്രദേശങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഭൂപ്രദേശ മേഖല ഏതാണ്? ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഭൂപ്രദേശ മേഖല ഏതാണ്? മലനാടാണോ, ഇടനാടാണോ, അതല്ലെങ്കിൽ തീരസമതലമാണോ? ഏതാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്? യെസ്, എക്സാക്ട്ലി. ഓക്കെ, അതായത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഇതിലേതാണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യോ. എക്സാക്ട്ലി മലനാട് അല്ലെങ്കിൽ ഈ പറയുന്ന മലമ്പ്രദേശങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഏകദേശം 48% മലയോര മേഖലയാണ്. 48% മലയോര മേഖലയാണ്. ദെൻ രണ്ടാമത് വരുന്നത് ഇടനാടാണ്. ഏകദേശം 42% ഇടനാട് വരുന്നുണ്ട്. പടിഞ്ഞാറൻ തീരസമതലം നമ്മൾ നോക്കുകയാണെങ്കിൽ 10% മാത്രമാണ് വരുന്നത്. ഓക്കെ, ഇപ്പം മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല എന്തുകൊണ്ടാണ് ഈ പറയുന്ന തീരസമതലങ്ങളിൽ അത്രത്തോളം ജനവാസം വരാത്തത്. ഏറ്റവും കൂടുതൽ ജനവാസം വരുന്നത് നിരപ്പായ ഈ പറയുന്ന 42ഓളം വരുന്നത്, കാരണം അവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഭൂമിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ജനങ്ങൾ വരുന്നതും ഈ പറയുന്ന 42% വരുന്ന ഇടനാട് പ്രദേശത്താണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് ഇടനാട് പ്രദേശത്താണ്. ഓക്കെ, യെസ്, ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പ്രധാനമായിട്ടും 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ആ ഒരു ഇൻഫർമേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കിഴക്കോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഭൂപ്രദേശങ്ങളുടെ ആ ഒരു ഹൈറ്റ് കൂടി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഈ പറയുന്ന തീരസമതലങ്ങളിൽ നിന്നും നമ്മൾ ഇവിടെ ഇപ്പം
ആനമുടിയിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ 2600 മീറ്ററിന് മുകളിലേക്കാണ് ഉയരം വരുന്നത്. 2800 മീറ്ററോളം, അതായത് 2.8 കിലോമീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് തീരപ്രദേശങ്ങളിൽ നിന്നും ഈ പറയുന്ന മലയോര മേഖലയിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഹൈറ്റ് കൂടി വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ഫിസിയോഗ്രഫിക് ഡിവിഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ 3 പാരലൽ റീജിയൻസ് ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താണോ ഡിസ്കസ് ചെയ്തത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഈ ഭാഗം ഒന്ന് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വായിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ജോഗ്രഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കേരളത്തിൻ്റെ കിടപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇവിടെ അറേബ്യൻ സീ വരുന്നുണ്ട്, ഇവിടെ വെസ്റ്റേൺ ഘട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പം കിഴക്കോട്ടേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പശ്ചിമഘട്ടം വരുന്നുണ്ട്, അതുപോലെ തന്നെ പടിഞ്ഞാറോട്ടേക്ക് നോക്കുന്ന സമയത്ത് അറബിക്കടൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അറേബ്യൻ സീക്കും അതുപോലെ തന്നെ വെസ്റ്റേൺ ഘട്ടിൻ്റെയും ഇടയ്ക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരളം എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ദെൻ 3 ഡിവിഷൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒന്ന്, കോസ്റ്റൽ ലാൻഡ് എന്ന് പറയുന്നത് 10% മാത്രമാണ് വരുന്നത്. ദെൻ മിഡ് ലാൻഡ് റീജിയൻ എന്ന് പറയുന്നത് ഏകദേശം 42% വരുന്നുണ്ട്. ദെൻ ഹൈലാൻഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മലയോര മേഖല എന്ന് പറയുന്നത് 48% വരുന്നുണ്ട്. ഓക്കെ, അത്രയും ഇൻഫർമേഷൻസ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കാം. ഇനി നമ്മൾ ഓരോ പ്രദേശങ്ങളായിട്ട് നോക്കുകയാണ്. അതിൽ ആദ്യം നോക്കുന്നതാണ് കോസ്റ്റൽ പ്ലെയിൻ റീജിയൻ എന്ന് പറയുന്നത്, പടിഞ്ഞാറൻ തീര സമതല പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 1-2 ചോദ്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ട് കടൽ തീരമുള്ള അല്ലെങ്കിൽ ബീച്ച് ഉള്ള ജില്ല ഏതാണ്? അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ബീച്ച് ഏതാണ്? ഓക്കെ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ബീച്ച് ഏതാണ്? ആ ബീച്ച് സ്ഥിതി ചെയ്യുന്ന ഡിസ്ട്രിക്റ്റ് ഏതാണ്? ഓക്കെ, ഇത്ര ഇൻഫർമേഷൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. യെസ്, എക്സാക്ട്ലി. ഏറ്റവും കൂടുതൽ തീരപ്രദേശം വരുന്ന മേഖല എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഏറ്റവും കൂടുതലായിട്ട് തീരപ്രദേശം വരുന്ന മേഖല എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഇനി നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളമുള്ള ഏറ്റവും വലിയ ബീച്ച് എന്ന് പറയുന്നത് ഏതാണ്? കേരളത്തിലെ, അതായത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന ഡ്രൈവിൻ ബീച്ചും കൂടെയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും നീളമുള്ള ബീച്ച് എന്ന് പറയുന്നത്. ആ ബീച്ച് ഏതാണ്? യെസ്, മുഴപ്പിലങ്ങാട് ബീച്ചാണ്. അത് വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ്. ഓക്കെ, കണ്ണൂർ തന്നെയാണ് ഈ പറയുന്ന മുഴപ്പിലങ്ങാട് ബീച്ച് അല്ലെങ്കിൽ തീരദേശം വരുന്നത്. ഓക്കെ, യെസ്, മുഴപ്പിലങ്ങാടാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരം വരുന്നത് ഏത് ജില്ലയിലാണ്? ഏറ്റവും കുറവ് കടൽ തീരം വരുന്നത് ഏത് ജില്ലയിലാണ്? ഓക്കെ, ഏറ്റവും കുറവ് കടൽ തീരം വരുന്നത് ഏത് ജില്ലയിലാണ്? ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും കണ്ണൂരാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഏറ്റവും കുറവ് വരുന്നത് യെസ് എക്സാക്ട്ലി കൊല്ലമാണ് ഏറ്റവും കുറവ് വരുന്നത്. ഓക്കെ, കൊല്ലത്താണ് കടൽ തീരം ഏറ്റവും കുറവ് വരുന്നത്. കൊല്ലത്താണ് ഏറ്റവും കുറവ് വരുന്നത്. ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ ഇതൊക്കെ ബേസിക് ആയിട്ട് ഇൻഫർമേഷൻസ് പലതവണ PSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചില ഭാഗങ്ങളാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, യെസ്. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലം അല്ലെങ്കിൽ തീരപ്രദേശം വരുന്നുണ്ട്, ലോലാൻഡ് റീജിയൻ. അവിടുത്തെ ഒരു എലിവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് നോക്കുന്ന സമയത്ത് ഒരു 7 മുതൽ 10 മീറ്റർ വരെയൊക്കെയാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കും, ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സമുദ്രനിരപ്പിലും താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങൾ നമ്മുടെ കേരളത്തിലെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന പ്രദേശങ്ങളെ വിളിക്കുന്ന പേരെന്താണെന്നുള്ളത് അറിയോ? സമുദ്രനിരപ്പിൽ നിന്നും താഴെ നിൽക്കുന്ന പ്രദേശങ്ങളെ വിളിക്കുന്ന പേരെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യോ. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടനാട്. ഓക്കെ, കുട്ടനാട് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1 മുതൽ 1.5 മീറ്ററോളം താഴെ നിൽക്കുന്ന പ്രദേശങ്ങളാണ്. ഓക്കെ, യെസ്, കുട്ടനാട് ആ ഒരു റീജിയനാണ്. പക്ഷേ ഇത്തരത്തിൽ കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ നിൽക്കുന്ന പ്രദേശങ്ങൾക്ക് നമ്മൾ പൊതുവായിട്ട് ഒരു പേര് വിളിക്കാറുണ്ട്. ഓക്കെ, യെസ്, കോൾ നിലങ്ങൾ എന്നാണ് സാധാരണ വിളിക്കാറുള്ളത്. ഓക്കെ, കോൾ ലാൻഡ്സ് അല്ലെങ്കിൽ കോൾ നിലം എന്നാണ് വിളിക്കാറുള്ളത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ കോൾ നിലങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് തൃശ്ശൂർ അതുപോലെ തന്നെ മലപ്പുറം ജില്ലകളിലാണ്. ഏറ്റവും കൂടുതലായിട്ട് കോൾ നിലങ്ങൾ വരുന്ന പ്രദേശങ്ങളും കൂടെ ഡിസ്ട്രിക്റ്റും കൂടെ ഒന്ന് ഓർത്ത് വെക്കണേ. അത് തൃശ്ശൂരും അതുപോലെ തന്നെ മലപ്പുറം, ഈ 2 ജില്ലകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കോൾ നിലങ്ങൾ വരുന്നത്. അപ്പോൾ കോൾ നിലം എന്ന് പറയുന്നത് പൊതുവായിട്ട് സമുദ്രനിരപ്പിൽ നിന്ന് താഴെ നിൽക്കുന്ന, കോൾ എന്ന് പറയുന്ന സമയത്ത് ചതുപ്പ് നിലങ്ങൾ എന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചാൽ മതി. കാരണം അവിടെയാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നെൽകൃഷി ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഈ കോൾ നിലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന നെൽകൃഷിക്ക് വിളിക്കുന്ന ഒരു പേരുണ്ട്, അതറിയോ?
ഓക്കെ, ഇങ്ങനെ കോൾ നിലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന നെൽകൃഷി ആ ഒരു കൃഷി രീതിക്ക് വിളിക്കുന്ന പേരുണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുമോ. ഏറ്റവും കൂടുതലായിട്ട് ഇത് കൃഷി ചെയ്യുന്നത് തൃശ്ശൂർ അതുപോലെ തന്നെ മലപ്പുറം പ്രദേശങ്ങളിലാണ്. ആലപ്പുഴയിലും ഇത്തരം പ്രദേശങ്ങൾ വരുന്നുണ്ട്. കുട്ടനാട് എന്ന് പറയുന്നത് അതിന് ഏറ്റവും നല്ല ഒരു ഉപദേശമാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഈ കോൾ നിലങ്ങളിലുള്ള കൃഷി രീതിക്ക് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ടും 3 തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, നെൽകൃഷി വരുന്നത്. യെസ്, എക്സാക്ട്ലി. ഓക്കെ, പൊക്കാളി അല്ലെങ്കിൽ പുഞ്ച കൾട്ടിവേഷൻ എന്ന് പറയും. പൊക്കാളി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ കുട്ടനാട് ഭാഗങ്ങളിലൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. ജനറലായിട്ട് കോൾ നിലങ്ങളിലുള്ള കൃഷി രീതിക്ക്, നെൽകൃഷി രീതിക്ക് നമുക്ക് പറയുന്ന പേരാണ് പുഞ്ച എന്ന് പറയുന്നത്. ഓക്കെ, പുഞ്ച എന്ന് പറയുന്നത്. ഇത് കൂടാതെ മറ്റ് 2 കൃഷി രീതികളും കൂടെ, നെൽകൃഷി രീതികളും കൂടെ നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട്. ആ നെൽകൃഷി രീതികളും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. യെസ്, പൊക്കാളി റൈസ് വരുന്നുണ്ട്. പൊക്കാളി റൈസ് എന്ന് പറയുന്നത് മത്സ്യകൃഷിയും അതുപോലെ തന്നെ നെൽകൃഷിയും ഒരുമിച്ച് ചെയ്യുന്ന ഒരു കൃഷി രീതി കൂടിയാണ് പൊക്കാളി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൂടാതെ മറ്റ് 2 നെൽകൃഷി അല്ലെങ്കിൽ നെൽകൃഷി ചെയ്യുന്ന 2 സീസൺസും കൂടെ നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ യെസ്, മുണ്ടകൻ അതുപോലെ ഒന്നും കൂടെ വരുന്നുണ്ട്. ഓക്കെ, മുണ്ടകൻ വരുന്നുണ്ട്. മുണ്ടകൻ എന്ന് പറയുന്നതിൻ്റെ ദെൻ വീല് തുടങ്ങുന്ന ഒന്നും കൂടെ വരുന്നുണ്ട്. ഓക്കെ, മുണ്ടകൻ ഒന്നും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി വരുന്നത് ഈ ഒരു വീലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് മുണ്ടകനാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്, എക്സാക്ട്ലി. വിരിപ്പ് വരുന്നുണ്ട്. ഓക്കെ, വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിങ്ങനെ 3 രീതിയിലാണ് നമ്മുടെ കേരളത്തിൽ സാധാരണ നെൽകൃഷി ഉണ്ടാവാറുള്ളത്. യെസ്, മുണ്ടകൻ, വിരിപ്പ്, അതുപോലെ തന്നെ പുഞ്ച. ഓക്കെ, ഇതൊക്കെ ഡിഫറൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ കേരള ജോഗ്രഫി പഠിക്കുന്ന സമയത്തും അതുപോലെ തന്നെ കേരള എക്കണോമി പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇൻഫർമേഷൻ ഈ ഭാഗങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പലപ്പോഴായിട്ട് പല രൂപത്തിൽ PSC ഈ ഇൻഫർമേഷൻസൊക്കെ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളതും കൂടെയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഞാൻ ഇതിൻ്റെ നോട്ട്സ് ഷെയർ ചെയ്യാം. അതിൽ ഈ പറയുന്ന ഇൻഫർമേഷൻസ് കൂടെ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളും അഡീഷണൽ ആയിട്ടുള്ള നോട്ടുകളും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ റിവിഷൻ ക്ലാസ് ഉണ്ടല്ലോ, റിവിഷൻ ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഡീഷണൽ ആയിട്ടുള്ള നോട്ടുകൾ, ഇൻഫോഗ്രാഫിക് നോട്ടുകൾ അത് ഷെയർ ചെയ്യുന്നുണ്ട്. അതും കൂടെ നിർബന്ധമായിട്ടും ഈ ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ വായിച്ചു പോകേണ്ടതാണ്. കേരള ജോഗ്രഫി എന്ന് പറയുന്ന സെഷനിൽ അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകളുടെ താഴെയായിട്ട്, ഇപ്പോൾ നിങ്ങൾ ആപ്പിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ ആണ് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകളുടെ താഴെയായിട്ട് ആ ഒരു നോട്ടുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതും നിങ്ങൾ റെഫർ ചെയ്ത് പോകേണ്ടതാണ്. അഡീഷണൽ ആയിട്ട് വരുന്ന ഇൻഫർമേഷനാണ്, ക്ലാസ്സിൽ പറയാത്ത കുറച്ച് ഇൻഫർമേഷൻസ് ആ രൂപത്തിലും കൂടെ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഞാൻ ഈ പറയുന്ന കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. നമ്മുടെ കേരള എക്കണോമിയിലൊക്കെ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, പുഞ്ച, മുണ്ടകൻ, വിരിപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്താണ്. ഇനി നമ്മൾ നമ്മുടെ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയാസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, തീര സമതല പ്രദേശങ്ങൾ അല്ലെങ്കിൽ തീരദേശ പ്രദേശങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം ഹൈറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ, അതിൻ്റെ ഒരു വീതി എന്ന് പറയുന്നത് 10 കിലോമീറ്റർ മുതൽ 120 കിലോമീറ്റർ വരെ അതിൻ്റെ ഒരു വീതി നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഉയരം എന്ന് പറയുന്നത് 7 to 10 മീറ്റർ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതേസമയം അതൊരു ആവറേജ് എലിവേഷൻ ആയിട്ടാണ് പറയുന്നത്. എന്നാൽ സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശങ്ങളും ഈ പറയുന്ന തീരദേശ പ്രദേശങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് കോൾ നിലങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പ്രദേശങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ മഡ് ഫ്ലാറ്റ്സ് അതുപോലെ തന്നെ മാർഷി ലാൻഡുകൾ, കോൾ നിലങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ മാർഷി ലാൻഡ് അല്ലെങ്കിൽ മഡ് ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ഏരിയാസ് ആണ്. അതായത് ചെളിത്തിട്ടകളും ചതുപ്പ് നിലങ്ങളുമായിരിക്കും അത്തരം പ്രദേശങ്ങളിൽ. അവിടെ മോസ്റ്റ് ഓഫ് ദ ടൈം, വർഷത്തിലെ ഭൂരിഭാഗം സമയങ്ങളിലും അവിടെ വെള്ളക്കെട്ട് പ്രദേശങ്ങളായിരിക്കും. അതുകൊണ്ടാണ് അത് ചതുപ്പ് പ്രദേശങ്ങളായിട്ട് മാറുന്നത്. അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് തീര സമതല പ്രദേശങ്ങളിലാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. മഡ് ഫ്ലാറ്റ് അതുപോലെ തന്നെ മാർഷി ലാൻഡുകൾ കേരളത്തിലെ ഏത് ഭൂപ്രദേശങ്ങളിലാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരപ്രദേശങ്ങളിലാണ്. അത് നിർബന്ധമായിട്ടും ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ സമുദ്ര നിക്ഷേപങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്ന പ്രദേശമാണ് കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കല ക്ലിഫ്, അവിടെ നമുക്ക് ക്ലിഫ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് സമുദ്രത്തിൻ്റെ എറോഷണൽ ആക്ടിവിറ്റി കാരണം രൂപപ്പെടുന്ന ഒരു പ്രദേശമാണ് വർക്കല ക്ലിഫ് എന്ന് പറയുന്നത്. നമ്മുടെ ജിയോളജിക്കൽ സർവേ ഒക്കെ വർക്കല ക്ലിഫിനെ ഒരു ജിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രദേശമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പൈതൃക പ്രദേശമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പൈതൃക പ്രദേശത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ജിയോളജിക്കൽ സർവേയുടെ പൈതൃക പ്രദേശ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മലപ്പുറത്ത് നിന്ന് വരുന്ന മറ്റൊരു പ്രദേശമാണ് അങ്ങാടിപ്പുറം എന്ന് പറയുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അവിടെയും ഇതുപോലെ തന്നെ ചെങ്കല്ലുകളുടെ ക്ലിഫുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് അങ്ങാടിപ്പുറവും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് അങ്ങാടിപ്പുറം, മലപ്പുറത്ത് വരുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രദേശമാണ് വർക്കല ക്ലിഫ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ പാരാഗ്ലൈഡിംഗ് പോലെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, ഏറ്റവും ഐഡിയൽ ആയിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് വർക്കല ക്ലിഫ്. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വയ്ക്കുക. ഇനി അതുപോലെ
തന്നെ നദികൾ, ഇപ്പോൾ ഈ പറയുന്ന മലനാടുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ അത് ഇടനാടിലൂടെ ഒഴുകി സമുദ്രവുമായിട്ട് ചേരുന്നത് ഈ പറയുന്ന പടിഞ്ഞാറൻ തീര സമതല പ്രദേശങ്ങളിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ തീര സമതലങ്ങളിൽ കായലുകളും അതുപോലെ തന്നെ എസ്റ്റുറീസും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ചില സ്ഥലങ്ങളിലൊക്കെ ചെറുതായിട്ടുള്ള ഡെൽറ്റ ഫോർമേഷൻസ് ഉണ്ട്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും ഡെൽറ്റ കാണുന്നത്. വെസ്റ്റേൺ പ്രദേശങ്ങളിൽ ഡെൽറ്റ ഫോർമേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും എസ്റ്റുറീസ് ആണ് ഈ ഒരു പ്രദേശങ്ങളിൽ വരുന്നത്, അല്ലെങ്കിൽ ബാക്ക് വാട്ടേഴ്സ് അല്ലെങ്കിൽ കായലുകളാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കൂടുതലായിട്ടും കാണുന്നത് എസ്റ്റുറീസും അതുപോലെ തന്നെ കായലുകളുമാണ്. ചെറിയ രൂപത്തിലൊക്കെ നമുക്ക് ഡെൽറ്റ ഫോർമേഷൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും, പക്ഷേ അത് അത്ര ഡോമിനൻ്റ് അല്ല. നമ്മൾ ഇൻക്ലൂഡ് സാധാരണ എന്ത് ചെയ്യാറില്ല, അത് ഉൾപ്പെടുത്താറില്ല. പ്രധാനമായിട്ടും എസ്റ്റുറീസും അതുപോലെ തന്നെ കോറമാൻഡൽ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ കോറമാൻഡൽ കോസ്റ്റിൽ ആ ഒരു പ്രദേശത്താണ് സാധാരണ എന്ത് ചെയ്യാറുള്ളത്, കൂടുതലായിട്ട് ഡെൽറ്റ ഡെപ്പോസിഷൻസ് ഒക്കെ നമുക്ക് കാണാറുള്ളത്. ദെൻ മലബാർ കോസ്റ്റൽ റീജിയനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അത്രത്തോളം ഈ പറയുന്ന ഡെൽറ്റ ഫോർമേഷൻസ് കാണാൻ പറ്റില്ല. വളരെ ചെറിയ രൂപത്തിൽ മാത്രമാണ് ഡെൽറ്റ ഫോർമേഷൻസ് കാണാൻ പറ്റുക. കൂടുതലായിട്ട് വരുന്നത് എസ്റ്റുറീസും അതുപോലെ തന്നെ കായലുകളുമാണ്. ആ രണ്ട്, അതായത് ബാക്ക് വാട്ടേഴ്സ്, അതാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ദെൻ അതുപോലെ തന്നെ ഈ പ്രദേശങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് റിവർ അലൂവിയം ഡെപ്പോസിഷൻസ് ധാരാളമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്കൽ മണ്ണുകളുടെ നിക്ഷേപമാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. എക്കൽ മണ്ണുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ സാൻഡി സോയിൽ, ബീച്ച് പ്രദേശങ്ങളോട് അടുത്ത പ്രദേശങ്ങളിലാണെങ്കിൽ സാൻഡി സോയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് രണ്ടുമാണ് ഇവിടുത്തെ പ്രധാനമായിട്ട് വരുന്ന മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, സാൻഡി ആയിട്ടുള്ള ബീച്ചസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ചില ബീച്ച് പ്രദേശങ്ങളാണ്. ഇപ്പോൾ കോഴിക്കോട് ബീച്ച് വരുന്നുണ്ട്, ഓക്കെ, കൊല്ലം വരുന്നുണ്ട്, ദെൻ അതുപോലെ തന്നെ ട്രിവാൻഡ്രം വരുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ണൂർ മുഴുപ്പിലങ്ങാട് ബീച്ച്, ഇതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഒരു തവണ PSC ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു, ഈ പറയുന്ന തീരദേശം അല്ലെങ്കിൽ ബീച്ച് പ്രദേശം വരാത്ത നമ്മുടെ കേരളത്തിലെ കോർപ്പറേഷൻ ഏതാണെന്നുള്ളത്. ഓക്കെ, കേരളത്തിലെ ബീച്ച് വരാത്ത കോർപ്പറേഷൻ ഏതാണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി, ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ വരുന്ന കോർപ്പറേഷൻസ് ആണ്. എന്നാൽ തീരദേശം ഇല്ലാത്ത കേരളത്തിലെ കോർപ്പറേഷൻ ഏതാണ്? എക്സാക്ട്ലി. ഓക്കെ, തൃശ്ശൂരാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. തൃശ്ശൂരാണ് നമ്മുടെ കേരളത്തിലെ തീരദേശം ഇല്ലാത്ത കോർപ്പറേഷൻ. ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ സാധാരണ വരാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അതുപോലെ തന്നെ എസ്റ്റുറീസ് അല്ലെങ്കിൽ അഴിമുഖങ്ങൾ ധാരാളമായിട്ട് നമുക്ക് കേരളത്തിൻ്റെ ഈ പ്രദേശങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ലഗൂൺസ്, അതുപോലെ ബാക്ക് വാട്ടേഴ്സ്, കായലുകൾ ഇവിടെ ധാരാളമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അത്രയും ഇൻഫർമേഷൻസ് ജസ്റ്റ് ഈ ഒരു പടിഞ്ഞാറൻ തീര സമതലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന മറ്റ് ചില കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്നറിയപ്പെടുന്നത് വേമ്പനാട്ട് കായലാണ്. ഓക്കെ, ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന കായലാണ് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് അഷ്ടമുടി കായൽ, മറ്റൊന്നാണ് കായംകുളം കായൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയാസ് നോക്കുകയാണെങ്കിൽ ധാരാളമായിട്ടുള്ള കായലുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇവിടെ വേമ്പനാട്ട് കായൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴ, അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ ചെറിയ ഭാഗവും അതുപോലെ തന്നെ കോട്ടയത്തേക്കും ഒക്കെ ആയിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഇൻഫർമേഷൻസ് ജസ്റ്റ് അവിടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ അതുപോലെ തന്നെ ബാരിയർ ബീച്ചുകൾ, അതുപോലെ തന്നെ മണൽ കൂനകൾ, മണൽ തിട്ടകൾ, ഇതൊക്കെ നമുക്ക് കേരളത്തിൻ്റെ കോസ്റ്റൽ റീജിയനിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നിക്ഷേപ ഭൂരൂപങ്ങളാണ്. സമുദ്രത്തിൻ്റെ നിക്ഷേപ ഫലമായിട്ട് രൂപം കൊള്ളുന്ന ഇത്തരത്തിലുള്ള ഭൂരൂപങ്ങൾ അല്ലെങ്കിൽ ഭൗമ പ്രദേശങ്ങളൊക്കെ നമുക്ക് കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയാസ്, തീരപ്രദേശങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് നദികൾ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എക്കൽ മണ്ണുകളാണ്. കാരണം നദികളുടെ ആ ഒരു ഓർഡർ കോഴ്സ് അല്ലെങ്കിൽ നദികൾ സമുദ്രത്തിനോട് ചേരുന്ന ഒഴുക്ക് ഏറ്റവും കുറഞ്ഞു വരുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നിക്ഷേപങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന പ്രദേശമാണ് തീരദേശം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള കോസ്റ്റൽ ഡെപ്പോസിഷൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. തീരപ്രദേശങ്ങളിൽ നമുക്ക് ഈ പറയുന്ന സാൻഡി കോസ്റ്റൽ സോയിൽ അതും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇൻഫർമേഷൻസിലേക്ക് പോകാം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, മേജർ ജിയോമോർഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, നമ്മുടെ കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയാസിൻ്റെ പ്രധാനപ്പെട്ട ജിയോമോർഫിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ബാരിയർ ബീച്ചസ്, സാൻഡ് ഡ്യൂൺസ്, കോസ്റ്റൽ സ്പിറ്റ്സ്, അതുപോലെ തന്നെ കായൽ അല്ലെങ്കിൽ ബാക്ക് വാട്ടേഴ്സ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്ക് വാട്ടേഴ്സ്, ഇതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ നീളം, ഇത് വരുന്ന ഡിസ്ട്രിക്റ്റുകൾ, ഏതെല്ലാം ഡിസ്ട്രിക്റ്റുകളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ പറയുന്ന പോലെ നമ്മുടെ ഡീറ്റെയിൽഡ് നോട്ടിൽ കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. ഓക്കെ,
യെസ്, അതുപോലെ തന്നെ നമ്മുടെ തീരദേശ മേഖലയിൽ വരുന്ന പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൂവിയൽ സോയിൽസ്, സാൻഡി കോസ്റ്റൽ സോയിലുകൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. ഇനി കേരളത്തിൻ്റെ തീരപ്രദേശവും അവിടുത്തെ എക്കണോമിക് ഫാക്ടേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനവാസം ഏറ്റവും കൂടുതലായിട്ട് വരുന്ന പ്രദേശങ്ങളിൽ ഒന്ന് തന്നെയാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ജനസാന്ദ്രത വളരെയധികം കൂടിയ പ്രദേശമാണ് തീരപ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളാണ്. ഓക്കെ, ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശം അത് ഇടനാട് പ്രദേശമാണ്. ജനങ്ങൾ കൂടുതൽ തിങ്ങി പാർക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് തീരപ്രദേശങ്ങളാണ്. ആ വ്യത്യാസം ജസ്റ്റ് ഒന്ന് നോക്കണം. ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറ്റൻഷൻ കൊടുക്കേണ്ട ഭാഗമാണ് ഇത്. കാരണം ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്കിത് രണ്ടും കൺഫ്യൂസിംഗ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ ഇടനാടാണ്. എന്നാൽ പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീരദേശ പ്രദേശങ്ങളാണ്. അതിപ്പോൾ നമ്മുടെ കേരള ജോഗ്രഫി എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യൻ ജോഗ്രഫി ആയാലും വേൾഡ് ജോഗ്രഫി ആയി കഴിഞ്ഞാലും ഏറ്റവും കൂടുതലായിട്ട് ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത് തീരദേശ പ്രദേശങ്ങളാണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. യെസ്, ശാസ്താംകോട്ടയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് 1-2 കായലുകളുടെ പേര് മാത്രം അവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇത് ബേസിക്സ് ആയിട്ടുള്ള ക്ലാസ് മാത്രമാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കേരളത്തിലെ ലേക്സ്, അതുപോലെ തന്നെ വാട്ടർ ബോഡീസ്, ദെൻ ഫോറസ്റ്റ് ടൈപ്പുകൾ, ദെൻ കേരളത്തിലെ ട്രാൻസ്പോർട്ടേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് കുറച്ചുകൂടെ ഡെപ്തിലേക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, യെസ്, ഇനി അടുത്തത് കേരളത്തിലെ ജനവാസവും അതുപോലെ തന്നെ ഈ പറയുന്ന കോസ്റ്റൽ ഏരിയാസിലെ സമ്പദ് വ്യവസ്ഥ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും മത്സ്യബന്ധനമാണ് ഈ ഒരു ഭാഗത്തേക്ക് പ്രധാനമായിട്ടും വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനങ്ങൾ നടക്കുന്ന ചില പ്രദേശങ്ങളാണ്. ഒന്ന് നീണ്ടകര. ഓക്കെ, നീണ്ടകര ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ കേരളത്തിലെ ചാകര ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കടൽ തീരമുണ്ട്. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചാകര വരുന്ന, യെസ്, ഓക്കെ, ആലപ്പുഴയൊക്കെ ഇതിന് പേര് കേട്ട സ്ഥലങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചാകര കിട്ടുന്ന പ്രദേശമുണ്ട്. അതിന് മറ്റൊരു ക്ലൂവും കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. ഈ ഒരു ചാകര കിട്ടുന്ന ഈ ഒരു പ്രദേശത്തിനെ കുറിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ രചിക്കപ്പെട്ട ഒരു നോവലുണ്ട്. ഓക്കെ, ആ നോവലിൽ ഈ ഒരു പ്രദേശത്തിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു ചാകര ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന ഒരു പ്രദേശം വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? നോവലിൻ്റെ പേര് ഞാൻ പറയാം, ചെമ്മീനാണ്. ഓക്കെ, ചെമ്മീൻ എന്ന് പറയുന്ന നോവലിൽ പറയുന്ന ഈ ഒരു ചാകര കിട്ടുന്ന ആ ഒരു പ്രദേശം വരുന്നുണ്ട്. യെസ്, പുറക്കാട്. ഓക്കെ, പുറക്കാട് ബീച്ച്, അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അപ്പോൾ ഈ ചാകര എന്ന് പറയുന്നതും നമ്മുടെ കേരള കോസ്റ്റൽ ഏരിയയിലുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. യുണീക്ക് ഫീച്ചർ എന്ന് പറയാൻ കാരണം അത് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഈ എസ്റ്റുറീസ് വരുന്ന പ്രദേശങ്ങളിലാണ്. എസ്റ്റുറീസ് വരുന്ന പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ചാകരകൾ അല്ലെങ്കിൽ മത്സ്യം കൂടുതലായിട്ട് നമുക്ക് വരുന്ന ആ ഒരു സീസൺസ് ഉണ്ടായിരിക്കും. അത് പ്രധാനമായിട്ടും വരുന്നത് ഒന്നെങ്കിൽ മൺസൂണിന് മുമ്പായിട്ട് അല്ലെങ്കിൽ മൺസൂണിന് ശേഷമായിരിക്കും. യെസ്, എക്സാക്ട്ലി, പുറക്കാടാണ്. ഓക്കെ, അപ്പോൾ അത് ഒന്നെങ്കിൽ മൺസൂൺ വരുന്നതിന് ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ മൺസൂൺ ആയിട്ട് ഇങ്ങനെ 2 സമയത്തായിട്ടാണ് സാധാരണ ചാകര വരാറുള്ളത്. ഓക്കെ, അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പം ഈ ചാകരയെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചെമ്മീനിൽ പറയുന്നുണ്ട്, പുറക്കാട് ബീച്ച് പറയുന്നുണ്ട്. ഓക്കെ, യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും വരുന്നത് ഇത്തരത്തിലുള്ള മത്സ്യബന്ധനമാണ്. നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിത ഉപാധി, കോസ്റ്റൽ ഏരിയയിലുള്ള ആളുകളുടെ ജീവന ഉപാധി എന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ്. അതുപോലെ തന്നെ കയർ വ്യവസായം വരുന്നുണ്ട്. അതായത് കുടിൽ വ്യവസായങ്ങളിൽ നമ്മുടെ കേരളത്തിലെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കയർ വ്യവസായം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ആലപ്പുഴ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഡാറാസ് മെയിൽ, നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് വരുന്ന കയർ ഫാക്ടറി വരുന്നത് ഡാറാസ് മെയിൽ, അത് വരുന്നത് ആലപ്പുഴയാണ്. അപ്പോൾ അത്തരത്തിൽ കയർ വ്യവസായം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് തീരപ്രദേശങ്ങളിലാണ്. കയറിന് ആവശ്യമായിട്ടുള്ള തെങ്ങ് കൃഷി അല്ലെങ്കിൽ കോക്കനട്ട് കൾട്ടിവേഷൻ, അതും ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് തീരപ്രദേശങ്ങളാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഏറ്റവും കൂടുതലായിട്ട് തെങ്ങ് കൃഷികൾ നടക്കുന്നത് തീരപ്രദേശങ്ങളിലാണ്, ഇടനാട് പ്രദേശങ്ങളിലല്ല. ഇടനാടിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഡൈവേഴ്സ് ആയിട്ടുള്ള കൃഷി രീതികൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഈ പറയുന്ന പോലെ കപ്പ അല്ലെങ്കിൽ മരച്ചീനി, ഓക്കെ, അതുപോലെ തന്നെ വാഴ, ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള കൃഷി രീതികൾ നമുക്ക് ഇടനാട് പ്രദേശത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ തീരപ്രദേശങ്ങളിൽ പ്രധാനമായിട്ടും തെങ്ങ് കൃഷികളാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ തെങ്ങ് കൃഷി ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ തെങ്ങ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കൃഷി ചെയ്യുന്നത് തീരപ്രദേശങ്ങളിലാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. then അതുപോലെ തന്നെ വിനോദ സഞ്ചാരങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഹൗസ് ബോട്ടൊക്കെ. അപ്പോൾ ആലപ്പുഴയിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് വിദേശികളടക്കം വരുന്ന ഒരു ഏരിയയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. then അതുപോലെ തന്നെ മുഴുപ്പിലങ്ങാട് ബീച്ച് വരുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുണ്ടായിരുന്ന ഒരു തുറമുഖമായിരുന്നു നമ്മുടെ കൊല്ലം എന്ന് പറയുന്നത്, മുസിരിസ്. ഓക്കെ, അപ്പോൾ ആ ഒരു തുറമുഖം എന്ന് പറയുന്നത് ആൻഷ്യൻ ടൈംസിലെ, അതായത് നമ്മുടെ ആൻഷ്യൻ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് പോലും ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു തുറമുഖ നഗരമായിരുന്നു മുസിരിസ്, തീണ്ടിസ്, ഇതൊക്കെ. ഇനി അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഇന്ത്യൻ മാപ്പിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീജിയനാണ്, അതായത് ഒരു എക്കണോമിക്
കോസ്റ്റൽ ഏരിയ ആണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. യെസ്, വിഴിഞ്ഞം. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് എക്കണോമിക് ക്യാപിറ്റലിൽ ഏറ്റവും കൂടുതലായിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്ന നമ്മുടെ ഇന്ത്യ എന്നുള്ളതല്ല, നമ്മുടെ ലോകത്തിലെ തന്നെ കോസ്റ്റൽ മാപ്പിങ്ങിൽ അല്ലെങ്കിൽ കോസ്റ്റൽ ഷിപ്പിംഗ് മാപ്പിങ്ങിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രദേശങ്ങൾ, വിനോദസഞ്ചാരവും അതുപോലെ തന്നെ ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോജക്റ്റുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോസ്റ്റൽ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. ആ കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഇനി അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന 3 പ്രദേശങ്ങളിലും, അതായത് നമ്മുടെ ഈ 3 ജോഗ്രഫിക്കൽ ഏരിയാസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ഈ 3 ജോഗ്രഫിക്കൽ ഏരിയാസിലും വരുന്ന ഡിസാസ്റ്റർ എന്ന് പറയുന്നത് 3ഉം ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ മലനാട് ഏരിയയിലാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ലാൻഡ് സ്ലൈഡ്സ്, അതുപോലെ തന്നെ ക്ലൗഡ് ബേസ്റ്റ്, ഇതുപോലുള്ള കാര്യങ്ങളാണ് മലനാട് ഏരിയകളിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. എന്നാൽ ഇടനാട് പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് വരുന്നത് ഫ്ലഡാണ്, വെള്ളപ്പൊക്കമാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ദെൻ തീരപ്രദേശങ്ങളിലേക്ക് വരുന്ന സമയത്ത് കടലാക്രമണം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, കൂടുതലായിട്ട് വരുന്ന കടലാക്രമണങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. തീരപ്രദേശങ്ങളിൽ കടലെടുത്ത് പോയി എന്നുള്ള വാർത്തകളൊക്കെ നമുക്ക് പലപ്പോഴും വരാറുണ്ട്. ഓക്കെ, യെസ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചാവക്കാട് പോലെയുള്ള പല പ്രദേശങ്ങളും ഇതുപോലെ കടലാക്രമണങ്ങൾ പല സമയത്തും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ദെൻ അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയകളിലേക്ക് മഴ കാരണം സാധാരണ വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സമുദ്രനിരപ്പ് ഉയരുന്നതിൻ്റെ ആഘാതങ്ങളും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് നമ്മൾ പറയുന്ന പോലെ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്ത് വെച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ് സമുദ്രനിരപ്പ് ഉയരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കോസ്റ്റൽ ഏരിയാസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു പല പ്രദേശങ്ങളും സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ സമുദ്രനിരപ്പ് ഏകദേശം ഒരു മീറ്റർ എന്ന് വേണ്ട ഒരു 1/2 മീറ്റർ ഉയർന്നാൽ പോലും അത് ഒരുപാട് ഏരിയാസിനെ ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മീൻ സീ ലെവൽ റൈസ് അല്ലെങ്കിൽ സമുദ്രനിരപ്പിലുണ്ടാകുന്ന ഉയർച്ച എന്ന് പറയുന്നതും ഈ തീരപ്രദേശങ്ങളെ ബാധിക്കുന്ന ഒരു ഭീഷണിയാണ് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്ററായിട്ട് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് സൈക്ലോൺ എന്ന് പറയുന്നത്. ഓക്കെ, സൈക്ലോൺ എന്ന് പറയുന്നത് സാധാരണ റയറായിട്ട് മാത്രമാണ് സൈക്ലോൺസ് അല്ലെങ്കിൽ കൊടുങ്കാറ്റ് നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളെ വന്ന് ഹിറ്റ് ചെയ്യാറുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ സൈക്ലോൺസ് ഉണ്ടാവാറുള്ളത് ബേ ഓഫ് ബംഗാളിലാണ്. അറേബ്യൻ സീ അല്ലെങ്കിൽ അറേബ്യൻ ഓഷ്യനിൽ ഉണ്ടാകുന്ന സൈക്ലോൺസ് സാധാരണ പോയി ഹിറ്റ് ചെയ്യാറുള്ളത് ഒമാൻ, യമൻ പോലെയുള്ള പ്രദേശങ്ങളാണ്. അത് കേരളത്തിലേക്ക് വരാറില്ല. പിന്നെയും വരാറുള്ളത് റീകർവിംഗ് സൈക്ലോൺസ് എന്ന് പറയും. അതിനൊരു എക്സാമ്പിൾ ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്ന ഓക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കി എന്ന് പറയുന്നത് ഒരു റീകർവിംഗ് സൈക്ലോൺസ് ആണ്. അതായത് അങ്ങോട്ടേക്ക് പോകേണ്ട സൈക്ലോൺസ് ചില കാരണങ്ങൾ കൊണ്ട് റീകർവ് ചെയ്തിട്ട് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലേക്ക് വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം പോലെയുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ ഓക്കി വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ചില സമയങ്ങളിൽ സൈക്ലോൺസ് അല്ലെങ്കിൽ കൊടുങ്കാറ്റുകളും വന്ന് നമ്മുടെ കോസ്റ്റൽ ഏരിയാസിലേക്ക് ഹിറ്റ് ചെയ്യാറുണ്ട്. നോർമലി നമ്മളത് ഇൻക്ലൂഡ് ചെയ്യാറില്ല. വളരെ റയർ ആയിട്ട് മാത്രമാണ് സൈക്ലോൺസ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലേക്ക് വരാറുള്ളത്. അപ്പം ഇത്തരത്തിൽ റീകർവിംഗ് സൈക്ലോൺസ് സംഭവിക്കുന്നതും കാലാവസ്ഥ വ്യതിയാനം കാരണം ഉണ്ടാകുന്നതാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് പല കാരണങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒരു കാരണമായിട്ട് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനമാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ആൻഡ് അർബനൈസേഷൻ വരുന്നുണ്ട്. അതായത് അർബനൈസേഷൻ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്ന പ്രദേശമാണ്. അപ്പം ഇനി കുറച്ചും കൂടെ എന്തായിരിക്കും, വളരെ ഫാസ്റ്റ് ആയിരിക്കും. കാരണം തീരദേശ ഹൈവേ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ NH-66 പാരലലായിട്ട് തീരദേശ ഹൈവേയും കൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പോപ്പുലേഷൻ ഇനി വരാൻ സാധ്യതയുള്ള പ്രദേശമാണ് ഈ പറയുന്ന കോസ്റ്റൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ദെൻ മേജർ ആയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഇനി അതുപോലെ തന്നെ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്, കേരളത്തിൽ എത്ര ജില്ലകൾക്കാണ് തീരപ്രദേശമുള്ളത്? ഓക്കെ, കോസ്റ്റൽ ഏരിയാസ് ഉള്ള എത്ര ഡിസ്ട്രിക്റ്റുകൾ നമ്മുടെ കേരളത്തിലുണ്ട്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, തീരപ്രദേശമുള്ള എത്ര ഡിസ്ട്രിക്റ്റുകൾ നമ്മുടെ കേരളത്തിലുണ്ട്? ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. യെസ്, ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന കോസ്റ്റൽ എറോഷൻ, യെസ് എക്സാക്ട്ലി 9 ജില്ലകളിലാണ് നമുക്ക് കോസ്റ്റൽ ഏരിയാസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ദെൻ ഇതുപോലെ തന്നെ കോസ്റ്റൽ എറോഷൻസ്, ഫ്ലഡിങ്, അതുപോലെ തന്നെ സീ ലെവൽ റൈസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീരദേശ പ്രദേശങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുള്ളതാണ് കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗങ്ങൾ. ഇനി മെയിൻസിൻ്റെ സിലബസ് വരുമ്പോൾ ചിലപ്പോൾ അവിടെ ഇൻക്ലൂഡ് ആവാനുള്ള നല്ല സാധ്യതയുണ്ട്. കാരണം കേരളം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിന് ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ നമ്മൾ ഫ്ലഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്, വയനാടാണെങ്കിൽ മുണ്ടക്കൈ, ചൂരൽമല പോലെയുള്ള അത്തരത്തിലുള്ള ആഘാതങ്ങൾ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് പല സമയങ്ങളിലായിട്ട് വരുന്നത് കൊണ്ട് അത് ഇനി അങ്ങോട്ടേക്കുള്ള സിലബസുകളിൽ, അറ്റ്ലീസ്റ്റ് മെയിൻസ് എക്സാമിനേഷൻ്റെ സിലബസുകളിൽ ഉൾപ്പെടാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അതല്ലെങ്കിൽ ഇൻ്റർവ്യൂ ബോർഡിൽ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്നും ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണം, ഓരോ പ്രദേശത്തും ഏത് തരത്തിലൊക്കെയാണ് നമുക്ക് ഡിസാസ്റ്റേഴ്സ് വരാൻ സാധ്യതയുള്ളത് എന്ന്. ഓക്കെ,
യെസ്. ഇനി അടുത്ത ഇൻഫർമേഷനിലേക്ക് നമുക്ക് നോക്കാം. ഇനി ഈ ഒരു മിഡ്ലാൻഡ് റീജിയനിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതായത് ഇടനാട് പ്രദേശത്തേക്കാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇടനാട് പ്രദേശം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന തീരസമതലത്തിനും അതുപോലെ തന്നെ മലനാട് പ്രദേശത്തിൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന ഒരു പ്രദേശമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, തീരപ്രദേശത്തിൻ്റെയും അതുപോലെ തന്നെ മലനാട് പ്രദേശത്തിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന പ്രദേശമാണ് ഈ പറയുന്ന ഇടനാട് പ്രദേശം എന്ന് പറയുന്നത്. അവിടെ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് റോളിംഗ് ടെറൈൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കയറ്റങ്ങളും ഇറക്കങ്ങളുമായിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് കയറ്റങ്ങളും ഇറക്കങ്ങളും, അതായത് ചെറിയ ചെറിയ കുന്നുകൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ തീരപ്രദേശങ്ങളിലേക്ക് പോകുന്ന സമയത്ത് പല സമയത്തും റോഡുകൾ വളഞ്ഞു തിരിഞ്ഞായിരിക്കും പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മലപ്പുറത്ത് നിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മലപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു കുന്നിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ പ്രദേശത്തിനെ മലപ്പുറം എന്ന് വിളിക്കുന്നത് എന്നുള്ളത്. കാരണം ഇതുപോലെ ചുറ്റുഭാഗത്തും കുന്നുകളാണ്. ഓക്കെ, ചുറ്റുഭാഗത്തും ചെറിയ 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 കുന്നുകളായിട്ടാണ് മലപ്പുറം എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ അവിടെ ഒരുപാട് ചെറിയ 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 മലകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് പൊതുവേ നമ്മുടെ കേരളത്തിൻ്റെ ഈ ഒരു ഇടനാട് പ്രദേശത്തേക്കുള്ള ഒരു ടോപ്പോഗ്രഫിക് ഫീച്ചറാണ്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയാണ് ഇത്തരത്തിലുള്ള റോളിംഗ് ടെറൈൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ റോളിംഗ് ടെറൈൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂസിങ് ആകണ്ട. ഇതുപോലെ ചെറിയ കുന്നുകളും താഴ്വാരങ്ങളും നിറഞ്ഞ ഭൂപ്രകൃതിയെ പറയുന്ന പേരാണ് റോളിംഗ് ടെറൈൻ എന്ന് പറയുന്നത്. അതായത് കയറ്റവും ഇറക്കവും അവിടെ തുടരെ ഉണ്ടാവും. ഇനി ഈ പ്രദേശത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മണ്ണ് എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ വെട്ടുകല്ലാണ്. നമ്മൾ സാധാരണ വീട് നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ലാറ്ററൈറ്റ് സോയിലുകളായിരിക്കും. ഇനി ഇതുപോലെ ഈ റോളിംഗ് ടെറൈൻസ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന പ്രദേശങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചെങ്കൽ ഖനനങ്ങൾ വളരെയധികം നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഈ ലാറ്ററൈറ്റ് ടെറൈൻസിന് തന്നെ അല്ലെങ്കിൽ ഈ വെട്ടുകല്ലിന് തന്നെ ഏറ്റവും പേര് കേട്ട 2 ജില്ലകളാണ്. ഒന്ന് കാസർഗോഡ്, രണ്ടാമത്തത് കണ്ണൂർ. ഈ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് വെട്ടുകല്ല് ഖനനങ്ങൾ നടക്കപ്പെടുന്ന പ്രദേശങ്ങളും കൂടെയാണ്. അപ്പം കേരളത്തിലെ ലാറ്ററൈറ്റിന് ഏറ്റവും കൂടുതൽ പേര് കേട്ട 2 ജില്ലകളാണ് കാസർഗോഡ് അതുപോലെ തന്നെ കണ്ണൂർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന ലാറ്ററൈറ്റ് എന്ന് പറയുന്നതിൽ അയണിൻ്റെ അംശം വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കശുവണ്ടി പോലെയുള്ള കൃഷികൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കൂടിയാണ് ലാറ്ററൈറ്റ് എന്ന് പറയുന്നത്. ഇനി മഴ കൂടുതലായിട്ട് കിട്ടുന്ന പ്രദേശങ്ങളാണ് സാധാരണ ഈ പറയുന്ന രൂപത്തിൽ ലാറ്ററൈറ്റ് രൂപം കൊള്ളാറുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും, എന്നാലും നമുക്കൊരു അഡീഷണൽ ഇൻഫർമേഷൻ എന്നുള്ള രൂപത്തിലേക്ക് പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, യെസ്, അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇനി ഇവിടുത്തെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 75 മുതൽ ഒരു 300 മീറ്റർ വരെയൊക്കെയാണ് അവിടുത്തെ ഒരു ഉയരം എന്ന് പറയുന്നത്, ഒരു ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിരിക്കും ഇത് കിടക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ദെൻ അടുത്തത് ഈ ഒരു പ്രദേശത്തേക്ക് ധാരാളമായിട്ട് മഴ കിട്ടുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ മഴ കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രദേശത്തേക്ക് ലാറ്ററൈറ്റ് സോയിലുകൾ ധാരാളമായിട്ട് രൂപം കൊള്ളുന്നത്. ഓക്കെ, അതും കൂടെ ജസ്റ്റ് അവിടെ ഓർത്ത് വയ്ക്കണം. ദെൻ എറോഷണൽ ആക്ടിവിറ്റി ധാരാളമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇടനാട് പ്രദേശത്തിനെ കുറിച്ചിട്ട് ജോഗ്രഫിക്കലായിട്ട് ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അതിൻ്റെ എലിവേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ഒരു 75-300 മീറ്ററൊക്കെയാണ് അതിൻ്റെ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഹൈറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഏകദേശം വരുന്നത്. ദെൻ അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയാസിൻ്റെയും ഹൈലാൻഡ്സിൻ്റെയും ഇടയ്ക്കാണ് ഈ ഒരു പ്രദേശം കിടക്കുന്നത്. ദെൻ റോളിംഗ് ടെറൈൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫീച്ചറാണ്. ദെൻ അൺഡുലേറ്റിംഗ് ആയിട്ടുള്ള ഹിൽസ്, വാലീസ് അത് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് കയറ്റങ്ങളും ഇറക്കങ്ങളും ധാരാളമായിട്ട് വരുന്നുണ്ട്. ദെൻ ലാറ്ററൈറ്റ് സോയിലുകൾ അല്ലെങ്കിൽ വെട്ടുകല്ല്, ചെങ്കല്ല് ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണുന്ന പ്രദേശമാണ് ഈ പറയുന്ന മിഡ്ലാൻഡ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ലാറ്ററൈറ്റ് സോയിൽ. നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇരുമ്പ്, അലുമിനിയം പോലെയുള്ളവ കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ലാറ്ററൈറ്റ് ഇടനാട് പ്രദേശത്ത് കാണുന്ന ലാറ്ററൈറ്റ് സോയിലിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നതാണ് അയൺ, Fe വരുന്നുണ്ട്. അതുപോലെ തന്നെ Al അല്ലെങ്കിൽ അലുമിനിയം അവിടെ കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഇവിടെ ഭൂപ്രദേശം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹൈറ്റ് ഉള്ളത് അല്ലെങ്കിൽ തീരപ്രദേശത്തിൻ്റെ ആ രൂപത്തിലേക്ക് ഒരുപാട് താഴ്ന്ന പ്രദേശങ്ങളല്ല, ചെറിയ കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ട്. എന്നിരുന്നാലും ഒരു മിതമായ ഭൂപ്രകൃതിയാണ്. ഓക്കെ, മിതമായ ഭൂപ്രകൃതിയാണ്. ഒരുപാട് കയറ്റവും ഒരുപാട് ഇറക്കും അങ്ങനെയൊന്നും വരുന്നില്ല. എന്നാലും കയറ്റിറക്കങ്ങളുണ്ട്. പക്ഷേ ഒരുപാട് താഴ്ന്ന പ്രദേശവും ഒരുപാട് ഹൈറ്റിലുള്ള പ്രദേശവും അല്ലാത്തത് കൊണ്ട് തന്നെ ജനവാസം വളരെ കൂടുതലാണ്. ജനവാസം ഏറ്റവും കൂടുതലായിട്ട് വരുന്ന പ്രദേശം എന്ന് പറയുന്നത് മിഡ്ലാൻഡ് ഏരിയയാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. ഇനി തീരപ്രദേശത്ത് നിന്ന് നമ്മൾ മിഡ്ലാൻഡിലേക്ക് എത്തുന്ന സമയത്ത് കൃഷിയിൽ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഏറ്റവും കൂടുതലായിട്ട് റബ്ബർ പ്ലാന്റേഷൻസ് കാണപ്പെടുന്നത് ഈ പറയുന്ന നമ്മുടെ മിഡ്ലാൻഡ് ഏരിയാസ് അല്ലെങ്കിൽ ഇടനാട് പ്രദേശത്താണ്. അതുപോലെ തന്നെ തെങ്ങ് കൃഷിയുണ്ട്, മരച്ചീനി, വാഴ പോലെയുള്ള കൃഷികളൊക്കെ ഇവിടെ ധാരാളമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ചില രൂപത്തിലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കുരുമുളക്, ഓക്കെ, അതുപോലെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ഇവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കറുവപ്പട്ട, അതുപോലെ തന്നെ കുരുമുളക് പോലെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ വരുന്നുണ്ട്. ഇമേജ് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഓക്കെ, ഇമേജ് കണ്ടിട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട. ഈ പറയുന്ന ഏലം ഒക്കെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മലനാട് പ്രദേശത്താണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ,
ഇടനാട് പ്രദേശത്ത് അങ്ങനെ സാധാരണ ഏലം കൃഷി നടക്കാറില്ല. മലനാട് പ്രദേശത്താണ് സാധാരണ ഏലം, അതുപോലെ തന്നെ നമ്മുടെ തേയില, കാപ്പി ഇതുപോലെയുള്ള കൃഷികളൊക്കെ കൂടുതലായിട്ട് മലനാട് പ്രദേശങ്ങളിലാണ്. ദെൻ ഈ പറയുന്ന ഇടനാട് പ്രദേശങ്ങളിലും കാപ്പി കൾട്ടിവേഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കാപ്പി കൾട്ടിവേഷൻസ് വരുന്നുണ്ട്, അതായത് നമ്മുടെ അറബിക്ക, ഓക്കെ, അറബിക്ക, കാപ്പിയിൽ വരുന്ന അറബിക്ക എന്ന് പറയുന്ന ആ ഒരു ജീൻ്റെ അല്ലെങ്കിൽ ആ ഒരു വെറൈറ്റിയുടെ കൾട്ടിവേഷൻസ് കൂടുതലായിട്ട് നടക്കുന്നത് ഇടനാട് പ്രദേശത്താണ്. റോബസ്റ്റ നടക്കുന്നത് പ്രധാനമായിട്ടും ഹൈലാൻഡ് ഏരിയാസിലാണ്. ഓക്കെ, രണ്ട് പ്രധാനപ്പെട്ട വെറൈറ്റിയാണ് വരുന്നത്. ഒന്ന് അറബിക്ക വരുന്നുണ്ട്, രണ്ടാമത്തത് റോബസ്റ്റ വരുന്നുണ്ട്. റോബസ്റ്റ കൂടുതലായിട്ടും കുറച്ചുകൂടെ ഹയർ എലിവേഷൻസിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉയർന്ന പ്രദേശങ്ങളിലാണ് നടക്കാറുള്ളത്. അറബിക്ക കുറച്ചുകൂടെ താഴ്ന്ന പ്രദേശങ്ങളിൽ നടക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക. അറബിക്കയുടെ വെറൈറ്റിയാണ് സാധാരണ ഇടനാട് പ്രദേശങ്ങളിലൊക്കെ കൃഷി ചെയ്യാറുള്ളത്. ഇത്രയും ഇൻഫർമേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ആ ഇൻഫർമേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ദെൻ അടുത്തത്, ഓക്കെ, ഇനി ഈ പ്രദേശങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം നദികൾ ഈ പറയുന്ന മലനാട് പ്രദേശത്തിനെ വിഭജിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തം 44 നദികൾ വെസ്റ്റേൺ ഘട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. അതിൽ 41 നദികളും ഒഴുകുന്നത് അറേബ്യൻ ഓഷ്യനിലേക്കാണ്. ഈ 41 നദികളും പല നദികളായിട്ടായിരിക്കും മിഡ്ലാൻഡ് ഏരിയയിലൂടെ ഒഴുകുന്നത്. ഓക്കെ, മിഡ്ലാൻഡ് ഏരിയയിലൂടെ ഒഴുകുന്നത് ഈ 41 നദികളും ഡിഫറൻറ്റ് നദികളായിട്ടായിരിക്കും. ഇത് മിഡ്ലാൻഡ് കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടനാട് കഴിയുന്ന സമയത്ത് തീരപ്രദേശത്തിനോട് അടുക്കുന്ന സമയത്തായിരിക്കും ഇതിലെ പല നദികളും കൂടി ചേർന്നിട്ട് ഒരൊറ്റ വലിയ നദിയായിട്ട് മാറുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നദികൾ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നതും ഈ പറയുന്ന മിഡ്ലാൻഡ് പ്രദേശങ്ങളാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വയ്ക്കുക. അപ്പം പടിഞ്ഞാറേക്ക് ഒഴുകുന്ന ധാരാളം നദികൾ ഈ പ്രദേശത്തിനെ ഡൈസെക്റ്റ് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ പ്രദേശങ്ങളിൽ ധാരാളം നഗരങ്ങളും അതുപോലെ തന്നെ കാർഷിക കേന്ദ്രങ്ങളും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഏറ്റവും കൂടുതലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ പ്ലാന്റേഷൻ ക്രോപ്പുകളൊക്കെ ധാരാളമായിട്ട് വരുന്ന ഒരു പ്രദേശമാണ് മിഡ്ലാൻഡ് ഏരിയ അല്ലെങ്കിൽ ഇടനാട് പ്രദേശം എന്ന് പറയുന്നത്. അതുകൂടാതെ ധാരാളം നഗരങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ, മലപ്പുറം ഇതുപോലുള്ള നഗരങ്ങളൊക്കെ വരുന്നത് മിഡ്ലാൻഡ് പ്രദേശത്താണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇതൊരു സാംക്രമണ മേഖലയാണ്. സാംക്രമണ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിഷൻ സോണാണ്. തീരപ്രദേശത്തിൻ്റെയും അതുപോലെ തന്നെ മലനാടിൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന പ്രദേശമാണ്. ഓക്കെ, അതാണ് അവിടെ ഒരു ട്രാൻസിഷൻ സോൺ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് മിഡ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ. അതായത് ധാരാളം നദികൾ ഈ പ്രദേശത്തൂടെ ഒഴുകുന്നുണ്ട്. ഈ പ്രദേശത്തിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ഈ നദികളൊക്കെ ഒഴുകുന്നത്. അതുപോലെ തന്നെ ധാരാളം ടൗണുകളും അഗ്രികൾച്ചറലായിട്ടുള്ള കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ഡെവലപ്മെൻറ്റും ഈ പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതൊരു ട്രാൻസിഷൻ സോണാണ്. കോസ്റ്റൽ റീജിയൻസിൻ്റെയും അതുപോലെ തന്നെ മലനാടിൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന ഒരു ട്രാൻസിഷൻ, ഒരു സംക്രമണ മേഖലയായിട്ട് നമുക്ക് മിഡ്ലാൻഡ് റീജിയനെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹൈലാൻഡ് അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങളാണ്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ മലയോര മേഖല എന്ന് പറയുന്നത് പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, വെസ്റ്റേൺ ഘട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഒന്ന്, കേരളത്തിലെ ഹോട്ട്സ്പോട്ട് പ്രദേശമാണ് ഈ പറയുന്ന മലയോര മേഖല അല്ലെങ്കിൽ പശ്ചിമഘട്ട പ്രദേശം എന്ന് പറയുന്നത്. ഹോട്ട്സ്പോട്ട് റീജിയനാണ്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ വേൾഡ് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന, അതായത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചതാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന ഈ ഒരു ബയോഡൈവേഴ്സിറ്റി റീജിയൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് അതല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് റീജിയനിൽ സ്ഥലം പിടിച്ചിരിക്കുന്ന പ്രദേശം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു എലിവേഷൻ നോക്കുകയാണെങ്കിൽ 300 മീറ്റർ മുതൽ 2695 മീറ്റർ വരെ ഇവിടെ ഉയരം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഏകദേശം ആനമുടിയാണ്. ഓക്കെ, ആനമുടിയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് 2695 മീറ്ററോളം ഉയരം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള മലനിര എന്ന് പറയുന്നത് ജസ്റ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ മലനിര ഏതാണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഒരു സിനിമയിൽ ആ ഒരു മലനിരയെക്കുറിച്ചിട്ട് പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, ഒരു മലനിരയാണ്. അതിനെക്കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു യെസ് എക്സാക്ട്ലി. ഓക്കെ, മീശ പുലിമലയാണ്. ഓക്കെ, മീശ പുലിമലയാണ്. സോ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മീശ പുലിമലയാണ് SCRTയിൽ കൊടുത്തിരിക്കുന്നത് ഏറ്റവും ഉയരം കൂടിയ, നമ്മുടെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ മലയായിട്ട് കൊടുത്തിരിക്കുന്നത് മീശപ്പുലിമലയാണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. NCERTയിൽ ഡിഫറൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പം മീശപ്പുലിമലയാണ് ഏകദേശം 2640 കിലോമീറ്ററോളം ഹൈവേഷനിലേക്ക് കിടക്കാം.
അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേരള ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നതായിരുന്നു മലയോര മേഖല എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കേരളത്തിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നിന് തീരപ്രദേശം എന്ന് പറയും, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വരുന്നതാണ് ഇടനാട് മേഖല എന്ന് പറയുന്നത്. ആവറേജ് ഒരു 70 മീറ്ററൊക്കെയാണ് അതിൻ്റെ ഒരു ആവറേജ് ഹൈറ്റ് ആയിട്ട് വരുന്നത്. മാക്സിമം വരുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 300 മീറ്ററൊക്കെയാണ് ഇടനാട് മേഖലകളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഹൈറ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ മലയോര മേഖലയിലേക്ക് വരുന്ന സമയത്ത് ഒരു 300 മുതൽ ഏറ്റവും ഉയരം കൂടിയതായിട്ട് വരുന്നത് ആനമുടിയാണ്. അപ്പോൾ ആനമുടി നോക്കുന്ന സമയത്ത് 2695 മീറ്ററോളം ഉയരം ആനമുടിക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഉയരം വരുന്ന ഒരു പ്രദേശമാണ്. ഇനി അഥവാ ചിലപ്പോൾ ഫീറ്റിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 8842 അടി ആണ് ഈ പറയുന്ന ആനമുടിയുടെ ഉയരമായിട്ട് വരുന്നത്. അപ്പോൾ അത്രത്തോളം ഉയരം കൂടിയ പ്രദേശങ്ങൾ നമ്മുടെ മലയോര മേഖലയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ SCRT പ്രകാരമാണ് ഞാൻ പറയുന്നത്. SCRT പ്രകാരം നമ്മുടെ ദക്ഷിണേന്ത്യയിലെ തന്നെ, നമ്മുടെ കേരളത്തിലെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ മല എന്ന് പറയുന്നത് മീശപ്പുലിമലയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഏകദേശം ഒരു ഉയരം എന്ന് പറയുന്നത് 2640 ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഊട്ടിയിലേക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസിൽ ഒന്നാണ്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. ഇപ്പോൾ പൈൻ ഫോറസ്റ്റ്, അതുപോലെ തന്നെ പൈക്കാര ലേക്ക് അല്ലെങ്കിൽ പൈക്കാര വാട്ടർഫോൾസ് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നീട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഷൂട്ടിംഗ് സ്പോട്ട്, ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഊട്ടിയിലേക്കുള്ള യാത്രയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. ദെൻ ഊട്ടി ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് വീണ്ടും നമ്മൾ കുറച്ചും കൂടെ ഹൈറ്റിലേക്ക് പോകുന്ന ഒരു പ്രദേശമാണ് ദൊഡ്ഡബെട്ട പീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദൊഡ്ഡബെട്ട പീക്ക് എന്ന് പറയുന്നത് നല്ലൊരു വ്യൂ ആണ്. അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഒരു ലാർജ് ഏരിയയിലേക്ക് ഒരു നല്ല വ്യൂ കിട്ടും. ചില സമയങ്ങളിൽ കോടയുള്ള സമയത്തൊക്കെയാണ്, വൈകുന്നേരങ്ങളിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നല്ല കോടയായിരിക്കും. ഇപ്പം ഞാൻ പോയ സമയത്തൊക്കെ നല്ല കോടയായിരുന്നു. അപ്പോൾ ആ കോടയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല പിക്ചേഴ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഏരിയയാണ് ദൊഡ്ഡബെട്ട പീക്ക് എന്ന് പറയുന്നത്. ഞാൻ ഇത് പറയാൻ കാരണം ഇപ്പോൾ ഊട്ടിയിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ജേണിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ദൊഡ്ഡബെട്ട പീക്ക് എന്ന് പറയുന്നത് NCRT പ്രകാരം, ഓക്കെ, NCRT പ്രകാരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി അല്ലെങ്കിൽ ഉയരം കൂടിയ മല എന്ന് പറയുന്നത് ദൊഡ്ഡബെട്ട പീക്കാണ്. ഓക്കെ, അതും കൂടെ ഓർത്ത് വയ്ക്കുക. നിങ്ങൾ ചിലപ്പോൾ വിസിറ്റ് ചെയ്ത സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. NCRT പ്രകാരം ഏറ്റവും ഉയരം കൂടിയത് ദൊഡ്ഡബെട്ട പീക്കാണ്. പക്ഷേ അതിൻ്റെ ഉയരം നമ്മൾ നോക്കുകയാണെങ്കിൽ 2637 മീറ്ററാണ് വരുന്നത്. അപ്പം ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉയരം കൂടിയത് മീശപ്പുലിമല തന്നെയാണ്. അതുകൊണ്ട് PSCക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മീശപ്പുലിമല തന്നെ നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി. അപ്പം ഒഫീഷ്യലായിട്ടുള്ള അതിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. ഒരു 3 മീറ്ററിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. പണ്ട് വൺ മാൻ ഷോ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ ജയറാം പറയുന്നുണ്ടല്ലോ, കുത്തബ് മിനാറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് താജ്മഹലിൻ്റെ ഹൈറ്റിനേക്കാളും 5 മീറ്റർ കുറവാണ്. അതുകൊണ്ട് ഏറ്റവും ഉയരം കൂടിയ പൈതൃക സ്മാരകം എന്ന് പറയുന്നത് താജ്മഹലാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് സമാനമായിക്കൊണ്ട് ഇവിടെ ഈ 2 റിസോഴ്സുകൾ അല്ലെങ്കിൽ 2 നമുക്ക് ഒഫീഷ്യലായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന 2 ബുക്കുകളാണ്. രണ്ടിനും കൊടുത്തിരിക്കുന്നത് 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അതുകൊണ്ട് അതൊന്ന് ക്ലാരിഫൈ ചെയ്തതാണ്. PSCക്ക് നിങ്ങൾ മീശപ്പുലിമല എന്നുള്ള ആൻസർ തന്നെ കൊടുത്താൽ മതി. അതാണ് കുറച്ചുകൂടെ ഫാക്ച്വലി കറക്റ്റ് ആയിട്ട് വരുന്നത്. 2640 മീറ്ററോളം അതിന് ഉയരം വരുന്നുണ്ട്. ആ കാര്യം കൂടെ അവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. ഇനി കിഴക്കൻ മലയോര മേഖലകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ധാരാളമായിട്ട് ഹോട്ട്സ്പോട്ടുകൾ, ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്കുകൾ ഇതെല്ലാം വരുന്ന മേഖലയാണ് ഈ പറയുന്ന മലയോര മേഖല അല്ലെങ്കിൽ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെങ്കുത്തായിട്ടുള്ള മലഞ്ചെരിവുകൾ അല്ലെങ്കിൽ സ്റ്റീപ്പ് സ്ലോപ്സ് അവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ അഗാധമായിട്ടുള്ള താഴ്വരകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ താമരശ്ശേരി ചുരം കയറിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതായത് കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് താമരശ്ശേരി ചുരം നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ചുരത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റീപ്പായിട്ടുള്ള കയറ്റം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ മറുഭാഗത്തേക്ക് ചെങ്കുത്തായിട്ടുള്ള താഴ്വാരങ്ങളായിരിക്കും അല്ലെങ്കിൽ കൊക്കയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്താൽ മതി. കുത്തനെയുള്ള മലഞ്ചെരിവുകളും അതുപോലെ തന്നെ ചെങ്കുത്തായിട്ടുള്ള താഴ്വാരകളും വരുന്ന പ്രദേശങ്ങളാണ് മലയോര മേഖല എന്ന് പറയുന്നത്. നിബിഡ വനങ്ങൾ അല്ലെങ്കിൽ എവർഗ്രീൻ ഫോറസ്റ്റുകളാണ്. ഓക്കെ, എവർഗ്രീൻ ഫോറസ്റ്റുകളാണ്, നിത്യഹരിത വനങ്ങളാണ് ഈ മേഖലകളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതിന് കാരണം കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് നമ്മൾ പഠിക്കും. കാരണം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മൺസൂണുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കിടക്കുന്നത്. മൺസൂണുമായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് റെയിൻവേർഡ് സൈഡാണ്. അതായത് ഓറോഗ്രഫിക് റെയിൻഫോൾ കൂടുതലായിട്ട് കിട്ടുന്ന പ്രദേശമാണ് നമ്മുടെ പശ്ചിമഘട്ടം വരുന്നത്. അതുകൊണ്ടാണ് ആ പ്രദേശങ്ങളിൽ ഇത്രത്തോളം എവർഗ്രീൻ ഫോറസ്റ്റ്, നിബിഡ വനങ്ങൾ ധാരാളമായിട്ട് കാണുന്നത്. അതും കൂടെ അവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം.
ദെൻ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ജൈവ വൈവിധ്യ മേഖല കൂടിയാണ് ഈ പറയുന്ന മലയോര മേഖല എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ യുനെസ്കോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് വരുന്നുണ്ട്, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് മെൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബയോസ്ഫിയറിൽ പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൽ നിന്ന് 2 ബയോസ്ഫിയറുകളാണ് ഈ പറയുന്ന യുനെസ്കോയുടെ മെൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇത് എക്കോളജി ആൻഡ് എൻവറോൺമെൻറ്റ് ഭാഗത്ത് കൂടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കറൻ്റ്ലി ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, കറൻ്റ്ലി ഇപ്പോൾ ഇന്ത്യയിൽ എത്ര ബയോസ്ഫിയർ റിസർവുകളുണ്ട്? ഓക്കെ, ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ ആൻസറിൻ്റെ ഒരു ക്ലൂ ഞാൻ പറയാം. അതായത് ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ബാക്കിലുള്ള ഈ ഒരു ഇമേജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലൊരു നമ്പർ ഉണ്ട്. ആ നമ്പറിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒബ്സർവേഷൻ പവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ കറൻ്റ്ലി ഈ ഒരു എൻ്റെ ബാക്കിൽ കിടക്കുന്ന ഈ ഒരു ഇമേജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ലൈഡ് നോക്കുകയാണെങ്കിൽ അതിലുള്ള ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഇന്ത്യയിലുള്ള ബയോസ്ഫിയർ റിസർവുകളുടെ മൊത്തം എണ്ണം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിൽ യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള മെൻ ആൻഡ് ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ട് വരുന്നത് മൊത്തം 13 എണ്ണമാണ്. ഓക്കെ, മൊത്തം 13 എണ്ണമാണ് മെൻ ആൻഡ് ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ കേരളത്തിൽ നിന്ന് വരുന്ന 2 പ്രധാനപ്പെട്ട ബയോസ്ഫിയർ റിസർവുകളുണ്ട്, അതൊന്ന് നോക്കി വെക്കണം. അതിൽ ഒന്ന് നമുക്ക് പൂർണ്ണമായിട്ടും കേരളത്തിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതാണ് ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. 2000 ഈ പറയുന്ന ബയോസ്ഫിയർ റിസർവ് അംഗീകരിക്കപ്പെടുന്നത്. 1986 തന്നെ ഇതിനെ ബയോസ്ഫിയർ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 2000 ഇതിന് ഒഫീഷ്യലായിട്ടുള്ള അംഗീകാരം കിട്ടുന്നത്. അങ്ങനെ മെൻ ആൻഡ് ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് നീലഗിരിയാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. നീലഗിരി എന്ന് പറയുന്നത് കേരളം, തമിഴ്നാട്, കർണാടക ഈ പറയുന്ന 3 സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ അതും പലപ്പോഴായിട്ട് ചോദ്യങ്ങളിൽ വരാറുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇത് നിങ്ങൾക്ക് ഓർത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഊട്ടിയിലേക്ക് പോയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അവിടേക്ക് നമ്മൾ ഇ പാസ് എടുക്കുന്ന സമയത്ത് നീലഗിരിയിലേക്കുള്ള ഇ പാസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നീലഗിരിയിലേക്കുള്ള ഇ പാസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഡിസ്ട്രിക്റ്റുകളിൽ ഒന്നാണ് നീലഗിരി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ തമിഴ്നാടിൻ്റെ നോർത്തേൺ ഭാഗത്തായിട്ട് വരുന്നത്, കർണാടകയുടെ സദേൺ ഭാഗത്തായിട്ടാണ്. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് കിഴക്കൻ ഭാഗത്തായിട്ടാണ് അല്ലെങ്കിൽ ഈസ്റ്റേൺ റീജിയനിലായിട്ടാണ് അത് വരുന്നത്. നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഭാഗത്തായിട്ടാണ് കേരളത്തിനെ സംബന്ധിച്ചിട്ട് അത് വരുന്നത്. അതായത് വയനാടുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന രൂപത്തിലാണ് വരുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് നീലഗിരിയാണ് ആദ്യത്തേത് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ബന്ദിപ്പൂർ അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റ് നാഷണൽ പാർക്കുകൾ, റിസർവുകളൊക്കെ വരുന്നുണ്ട്. എന്നാലും നീലഗിരി എന്നുള്ള ഭാഗമായിക്കൊണ്ട് നീലഗിരി എന്നുള്ള അർത്ഥത്തിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി രണ്ടാമതായി കൊണ്ടുവരുന്നതാണ് അഗസ്ത്യമല അല്ലെങ്കിൽ അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത്. അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത് 10ാമത്തെ ബയോസ്ഫിയർ റിസർവ് ആയിരുന്നു. 2016 ഓക്കെ, സോറി, ഇത് 2000 അംഗീകരിക്കപ്പെടുന്നത്. ഓക്കെ, 2000 നീലഗിരി അംഗീകരിക്കപ്പെടുന്നത്. 2016 അഗസ്ത്യാർകൂടം അംഗീകരിക്കപ്പെടുന്നത്. ഓക്കെ, 16 വർഷത്തെ, അതായത് 2016 അവിടെ 2006 പോയതാണ്. ഐ എം റിയലി സോറി. അപ്പോൾ 2016 അഗസ്ത്യാർകൂടം അംഗീകരിക്കപ്പെടുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ മൊത്തം വരുന്ന 13 എണ്ണത്തിൽ 2 എണ്ണം നമ്മുടെ കേരളത്തിലുണ്ട്. ഇനി അതെല്ലാം മൊത്തം വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നമ്പർ അത് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൽ നിന്ന് 2 എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന ബയോസ്ഫിയർ റിസർവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലുത് ഏതാണ്, അതുപോലെ തന്നെ ഏറ്റവും ചെറുത് ഏതാണ്. ഇപ്പോൾ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ദിബ്രു സൈക്കോവയാണ്. ഏറ്റവും വലുതെന്ന് പറയുന്നത് നമ്മുടെ കരയിൽ കിടക്കുന്നതല്ല, അത് നമ്മുടെ വെള്ളത്തിൽ കിടക്കുന്നതാണ്. ഓക്കെ, ഗൾഫ് ഓഫ് മന്നാർ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ ഒരു ബയോസ്ഫിയർ റിസർവ് ആണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. ദെൻ ആസാം പ്രദേശത്ത് വരുന്ന ഡിബ്രു സൈക്കോവ എന്ന് പറയുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് ഏറ്റവും ചെറുത് വരുന്നത്. അപ്പോൾ ഈ മൊത്തം 13 ബയോസ്ഫിയർ റിസർവുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അതിൻ്റെ ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചിലതാണ്. ഒന്ന് സുന്ദർബൻസ് വരുന്നുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. കാഞ്ചൻജംഗ വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ നന്ദാദേവി വരുന്നുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പെന്ന വരുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ദെൻ സിംലിപാൽ വരുന്നുണ്ട് ഒഡീസയിൽ നിന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആ ബയോസ്ഫിയർ റിസർവുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതിൻ്റെ സിഗ്നിഫിക്കൻസും കൂടെ എക്കോളജി ആൻഡ് എൻവറോൺമെൻറ്റ് ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും കൂടെ ഒന്ന് എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് ഒന്ന് പഠിച്ചു പോകും. ഒരു അഡീഷണൽ റീഡിംഗ് ആയിട്ട് വെച്ചാൽ മതി, തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, യെസ്, ഇനി നമ്മുടെ പോയിന്റിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ പ്രധാനമായിട്ടുള്ള 2 ബയോസ്ഫിയറുകൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ മലയോര മേഖല അല്ലെങ്കിൽ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ജസ്റ്റ് ഈ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, യെസ്, ഇനി ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 2695. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ആനമുടിയാണ്. അത് വരുന്നതും ഈ പറയുന്ന മലയോര മേഖലയുടെ ഭാഗമായിട്ടാണ്. അത്രയും ഇൻഫർമേഷൻസ് ജസ്റ്റ് ഒന്ന് അവിടെ ഓർത്ത് വയ്ക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസും കൂടെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. എന്താണോ നേരത്തെ കാണിച്ച ആ ഒരു ഇമേജിൽ പറഞ്ഞിരിക്കുന്നത് ആ ഇൻഫർമേഷൻസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ നോട്ട് ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
ദെൻ അടുത്തതായിക്കൊണ്ട് ഇവിടുത്തെ കാലാവസ്ഥയാണ് നമ്മൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓറോഗ്രഫിക് റെയിൻഫോൾ കിട്ടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ വനമേഖല അല്ലെങ്കിൽ മലയോര മേഖല എന്ന് പറയുന്നത്. അപ്പം കനത്ത പർവ്വതജന്യമായ അല്ലെങ്കിൽ ഓറോഗ്രഫിക് റെയിൻഫോൾ ഈ ഒരു മേഖലയിൽ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. അതൊന്ന് ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ധാരാളം നദികൾ ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ കേസ് മാത്രം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മൊത്തം 44 നദികൾ ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. അതിൽ 3 എണ്ണം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലേക്കാണ് ഒഴുകുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന കിഴക്കോട്ടേക്കാണ് ഒഴുകുന്നത്. ബാക്കി പടിഞ്ഞാറേക്ക് ഒഴുകുന്ന 41 നദികളുണ്ട്. ഈ നദികളുടെയൊക്കെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന പശ്ചിമഘട്ടം അല്ലെങ്കിൽ നമ്മുടെ മലയോര മേഖലയാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ദെൻ ജൈവ വൈവിധ്യം ധാരാളമായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹോട്ട്സ്പോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിംഹവാലൻ കുരങ്ങുകൾ വരുന്നുണ്ട്. യുണീക്ക് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ മാത്രം കാണുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചില സ്പീഷീസിന് മാത്രമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് സിംഹവാലൻ കുരങ്ങുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൽ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഈ പറയുന്ന പോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ചുരം കയറുന്ന സമയത്ത്, അപ്പോൾ നിങ്ങൾ പെരിയ ചുരം അതല്ലെങ്കിൽ താമരശ്ശേരി ചുരമൊക്കെ കയറുന്ന ആൾക്കാർക്ക് ചില സമയത്ത് റയറായിട്ട് ഇത്തരത്തിൽ സിംഹവാലൻ കുരങ്ങുകളുടെ സൈറ്റിങ്സ് കിട്ടാറുണ്ട്. കൂടുതലായിട്ട് വരാറുള്ളത് നമ്മുടെ സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിലാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ സൈലൻറ്റ് വാലിയിലേക്ക് ആണെന്നുണ്ടെങ്കിൽ സിംഹവാലൻ കുരങ്ങുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അതുപോലെ തന്നെ എരവികുളം നാഷണൽ പാർക്കിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വരയാടുകളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, എരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന വന്യമൃഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരയാടുകളാണ്. അതും നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് കൂടാതെ ധാരാളമായിട്ടുള്ള ഫ്ലോറൽ സ്പീഷീസുകൾ വരുന്നുണ്ട്. ഫ്ലോറൽ സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്യജന്തുജാലങ്ങളും കൂടെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സസ്യജാലങ്ങളും ഇവിടെ ധാരാളമായിട്ട് വരുന്നുണ്ട്. ദെൻ വളരെ റീസെൻ്റ് ആയിട്ട് ഒരു 5-6 വർഷം മുമ്പ് ഈ പശ്ചിമ ഘട്ടത്തിൽ നിന്ന് നമ്മളൊരു തവള ഇനത്തിനെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പേരാണ്. അപ്പം അങ്ങനെ ഒരു തവള ഇനത്തിനൊക്കെ കണ്ടെത്തിയെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഓരോ സമയത്തും ഇവിടുന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് സ്പീഷീസിനെയും തവളയും ഇതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിവിധ തരത്തിലുള്ള ജീവിവർഗ്ഗങ്ങൾ കണ്ടെത്തുന്നത് പലപ്പോഴായിട്ട് വാർത്തയിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ അടുത്ത കാലത്തായിക്കൊണ്ട് ഒരു തവളയെ കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പശ്ചിമഘട്ടം വീണ്ടും വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ജൈവ വൈവിധ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കൺസെപ്റ്റാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതലായിട്ട് വരുന്ന, എന്നാൽ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന മേഖലകളെയാണ് പൊതുവേ നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ എന്ന് സാധാരണ പറയാറുള്ളത്. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. പലപ്പോഴായിട്ട് ചോദ്യങ്ങൾ വരുന്ന കാര്യമാണ്. ഇനി മലയോര മേഖലയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ തീരപ്രദേശത്ത് നിന്ന് കണ്ടതിനേക്കാളും അതുപോലെ തന്നെ ഇടനാട് മേഖലയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, താരതമ്യം ചെയ്യുന്ന സമയത്ത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കൃഷി ഇനങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, നിങ്ങൾ വയനാട് ആ ഒരു കയറ്റം കയറുന്ന സമയത്ത് അതിൻ്റെ ആദ്യത്തെ 1-2 ചുരങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ഞാൻ വയനാട് എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് കിടക്കുന്ന പ്രദേശമായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ താഴത്തേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ചുരങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏതാണോ വരുന്നത് ആ ചുരം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്താൽ മതി. ഇപ്പോൾ ഇടുക്കി വാഗമണ്ണൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ ആയിട്ടുള്ള ചുരങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം പൊന്മുടിയൊക്കെ നിങ്ങൾ കയറുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഈ പറയുന്ന പോലെ വയനാട് ചുരം നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴെ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് റബ്ബർ പ്ലാന്റേഷൻസ് അല്ലെങ്കിൽ ഫോറസ്റ്റുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം പിന്നീട് ഡെൻസ് ഫോറസ്റ്റുകളായിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾ കയറി അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് തേയില തോട്ടങ്ങൾ കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, കൂടുതലായിട്ട് തേയില തോട്ടങ്ങളായിരിക്കും അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ കാപ്പിയൊക്കെ അവിടെ നിങ്ങൾക്ക് ധാരാളമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഈ പറയുന്ന തേയില തോട്ടങ്ങളുടെ ഇടയ്ക്കൊക്കെ ആയിട്ട് കുരുമുളക് കൃഷിയും ധാരാളമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവിടുന്ന് വീണ്ടും നിങ്ങൾ ഉയരത്തിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 900 കണ്ടി പോലെയുള്ള പ്രദേശത്തേക്കൊക്കെ നിങ്ങൾ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ, ജീപ്പിൽ നിങ്ങൾ സഫാരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏലം കൃഷി കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഹൈ റേഞ്ചിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഏലം കൃഷി അവിടെ ധാരാളമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു യാത്ര നിങ്ങൾ സങ്കല്പിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാന കാർഷിക വിളകൾ നമ്മുടെ മൈൻഡിലേക്ക് വരും. തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇതൊക്കെയാണ് ഈ പ്രദേശത്ത് ധാരാളമായിട്ട് കൃഷി ചെയ്യുന്ന കാർഷിക വിളകൾ എന്ന് പറയുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു നോട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ധാരാളമായിട്ട് ഓറോഗ്രഫിക് റെയിൻഫാൾ കിട്ടുന്ന പ്രദേശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധാരാളമായിട്ട് നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ഓരോ നദികളും അതിൻ്റെ ഉത്ഭവസ്ഥാനവും അത് ഒഴുകുന്ന ജില്ലകളുമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് നദികൾ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകൾ, അതായത് ഇതിൽ നമ്മൾ പരാമർശിച്ച് പോകുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള മലയാളത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് വേറെ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും. ഫാക്ച്വൽ ഇൻഫർമേഷൻസ് വരുന്നത്, ഇൻഫോഗ്രാഫിക്സ് അടക്കമുള്ള നോട്ട്, അതും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ റെഫർ ചെയ്യണം. അത് നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സിൻ്റെ ആ ഒരു ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ ഈ കോഴ്സിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ടെസ്റ്റ് സീരീസ് ബാച്ചിലും അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ റെഫർ ചെയ്യണം. നമുക്ക് എല്ലാ കാര്യവും
ക്ലാസ്സിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. മാക്സിമം കാര്യങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കും. ചില കാര്യങ്ങൾ ഫാക്ച്വലായിട്ട് വരുന്നത് ഇതുപോലെ നോട്ടിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ റെഫർ ചെയ്യേണ്ടതാണ്. ഓക്കെ, യെസ്. അപ്പം ഈ ഭാഗത്ത് വരുന്ന പ്ലാന്റേഷൻ അഗ്രികൾച്ചർ, അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ അതും കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഈ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. പിന്നെ ഈ പറയുന്ന ഏരിയ എന്ന് പറയുന്നത്, മലനാട് ഏരിയ എന്ന് പറയുന്നത് സ്റ്റീപ്പായിട്ടുള്ള പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കൂടുതലായിട്ട് വരുന്ന മേഖലയാണ്. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഏരിയ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസംഖ്യ എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. ഇപ്പം നമ്മുടെ പീഠഭൂമി പ്രദേശങ്ങളായിട്ട് വരുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൂന്നാർ, വയനാട് പോലെയുള്ള പ്രദേശങ്ങളിലേക്കാണ് പിന്നെയും കുറച്ചെങ്കിലും ആൾക്കാരെ താമസിക്കുന്നത്. ഓക്കെ, ഇടുക്കി അതുപോലെ തന്നെ വയനാട് പ്രദേശങ്ങളാണ്. ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ റിസർവ്ഡ് ഫോറസ്റ്റുകളോ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ ഭാഗങ്ങളിൽ വളരെയധികം കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഇനി നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ നമ്മൾ ഓവറോൾ ഒന്ന് അനലൈസ് ചെയ്യണം. പ്രധാനമായിട്ട് നമുക്കറിയാം കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഹൈറ്റിനനുസരിച്ചിട്ട്, ഉയരത്തിനനുസരിച്ചിട്ടാണ് വ്യത്യാസപ്പെട്ട് കിടക്കുന്നത്. അപ്പം ഈ ഉയരത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ട് കിടക്കുന്ന പറയുന്ന സമയത്ത് തീരദേശം മുതൽ മലയോര മേഖല വരെ നമ്മൾ ഡിഫറൻറ്റ് രൂപത്തിലേക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്ന് പറയുന്നതാണ് ലോ ലാൻഡ്. 0 മുതൽ 7.5 മീറ്റർ ആണ്. ഇവിടെ പോയിന്റ് വിട്ടുപോയതാണ്. 7.5 മീറ്റർ വരെയൊക്കെയാണ് അതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. ദെൻ 7.5 ടു ഒരു 300 മീറ്റർ വരെയാണ് ഇടനാടിൻ്റെ ഒരു ആവറേജ് ഹൈറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഒരു 70 മീറ്ററൊക്കെ ആവറേജ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. 7.5 ടു 300 മീറ്ററാണ് മിഡ്ലാൻഡ് അല്ലെങ്കിൽ ഇടനാടിൻ്റെ ഉയരം എന്ന് പറയുന്നത്. അതിനുശേഷം മലനാടിലേക്ക് വരുന്ന സമയത്ത് 2695 മീറ്റർ വരെ ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത്, അത്രത്തോളം ഉയരത്തിലേക്കാണ് ആനമുടി വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇങ്ങനെ ഈ ഹൈറ്റ് മാറുന്നതിനനുസരിച്ചുകൊണ്ട് കാലാവസ്ഥയിൽ വ്യത്യാസം വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മഴയുടെ അളവിൽ വ്യത്യാസം വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോലാൻഡ് പ്രദേശത്തുള്ള ടെമ്പറേച്ചർ ആയിരിക്കില്ല ഹൈ റേഞ്ചിലേക്ക് പോകുന്ന സമയത്ത്, ഇപ്പോൾ മൂന്നാർ, വാഗമൺ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വയനാട്ടിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു 4-5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറയും. ചില സമയത്ത് ഏകദേശം 8-9 ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞ ടെമ്പറേച്ചർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ റേഞ്ചിലേക്ക് പോകുന്നതിനനുസരിച്ചുകൊണ്ട് നമുക്കൊരു 8-10 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ടെമ്പറേച്ചർ കുറഞ്ഞ കാലാവസ്ഥ അവിടെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാലാവസ്ഥ നോക്കുന്ന സമയത്ത് താപനിലയിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സസ്യജന്തുജാലങ്ങളിലും ജൈവ വൈവിധ്യത്തിലും മാറ്റങ്ങൾ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാർഷിക വിളകൾ ഓരോ പ്രദേശത്തും വ്യത്യസ്തമാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, യെസ്. ഇനി നമ്മൾ കടക്കുന്നത് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പർവ്വത നിരകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഇനി വരുന്നുണ്ടായിരിക്കും. എന്നാലും നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 1-2 പർവ്വത നിരകൾ നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്നതാണ് നീലഗിരി എന്ന് പറയുന്നത്. ഓക്കെ, നീലഗിരി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിട്ട്, കേരളത്തിന് മാത്രമല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്, അതുപോലെ തന്നെ നമ്മുടെ കർണാടക, കേരള, ഈ പറയുന്ന 3 സംസ്ഥാനങ്ങളും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഈ പറയുന്ന നീലഗിരി കുന്നുകൾ വരുന്നത്. പ്രധാനമായിട്ടും തേയില കൾട്ടിവേഷനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നീലഗിരി തേയില എന്നൊക്കെ പറയുന്നത് പലപ്പോഴായിട്ട് ന്യൂസുകളിൽ അല്ലെങ്കിൽ പലപ്പോഴായിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കാണുന്നതാണ്. ദെൻ നീലഗിരി കുന്നുകൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വടക്കൻ അതിർത്തിയുമായിട്ട് ചേർന്നുകൊണ്ട്, അതായത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് നീലഗിരി കുന്നുകൾ വരുന്നത്. പ്രധാനമായിട്ടും വയനാടുമായിട്ട് ബോർഡർ ചെയ്തുകൊണ്ടാണ് വരുന്നത്. ആ കാര്യം ജസ്റ്റ് ഒന്ന് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇവിടെ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണ് ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഒക്കെ വരുന്നത്. ഓക്കെ, ബന്ദിപ്പൂർ ഫോറസ്റ്റ് വരുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നീലഗിരി ഫോറസ്റ്റ് റിസർവിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വരുന്നത്. ആ കാര്യം അവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമ്മൾ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പാലക്കാട് ഗ്യാപ്പ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഈ പറയുന്ന നീലഗിരി കുന്നുകളെയും ആനമലയെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാലക്കാട് ഗ്യാപ്പിന് സൗത്ത് ആയിട്ടാണ് ഈ പറയുന്ന ആനമല കിടക്കുന്നത്, നോർത്ത് ആയിട്ടാണ് നീലഗിരി കുന്നുകൾ വരുന്നത്. ആ കാര്യം അവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഓക്കെ, ദെൻ ഈ പറയുന്ന ആനമലയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ആനമുടി. ഓക്കെ, ആനമലയിൽ മാത്രമായിട്ടല്ല, ആനമല, പളനിമല, ഏലമല, അതായത് കാർഡമം ഹിൽസ്, ഇതിൻ്റെ എല്ലാത്തിനും കൂടെ ഒരു സംഗമ പ്രദേശമായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആനമുടി വരുന്നത്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ നമ്മുടെ കേരളത്തിലെ പർവ്വതം എന്ന് തന്നെ ഞാൻ പറയാണ്. അപ്പോൾ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം അല്ലെങ്കിൽ കൊടുമുടിയായിട്ട് വരുന്ന ആനമുടി എന്ന് പറയുന്നത് ആനമല, ഏലമല, അതുപോലെ തന്നെ പളനി ഹിൽസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മീറ്റ് പോയിന്റ് ആണ് ഈ പറയുന്ന ആനമുടി എന്ന് പറയുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. അത് വരുന്നത് ആനമല, അതുപോലെ തന്നെ ഏലമല, ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ പറയുന്ന ആനമലയും അതുപോലെ തന്നെ ഏലമലയും ഇത് രണ്ടും വരുന്നത് ഇടുക്കിയുടെ ഭാഗമായിട്ടാണ്. ഓക്കെ, ഇടുക്കിയുടെ ഭാഗമായിട്ടാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. ഇനി അതുപോലെ തന്നെ ആനമല വരുന്ന മേഖല അല്ലെങ്കിൽ ആനമല വരുന്ന ആ ഒരു പ്രദേശം ഏതാണെന്നുള്ളത് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് ഇടുക്കിയുടെ മൂന്നാറാണ്. അതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, ആനമല വരുന്നത് മൂന്നാറിലാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പം താലൂക്ക് ഏതാണ് എന്നുള്ളതൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. താലൂക്ക് എന്ന സമയത്ത് മൂന്നാർ
മൂന്നാറല്ല കേട്ടോ, താലൂക്ക് ആകുന്ന സമയത്ത് ദേവികുളമാണ്. അതല്ലാതെ ആനമല എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയിലെ മൂന്നാറിലാണ് വരുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ ലോക്കൽ ബോഡി ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൂന്നാറാണ്. ദെൻ അതല്ല താലൂക്കാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദേവികുളമാണ്. ഓക്കെ, ദേവികുളം. ഇത് പണ്ട് ദേവികുളം ഞാൻ ആദ്യമായിട്ട് ദേവികുളം എന്ന് പറയുന്ന ഒരു താലൂക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രദേശം ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ശ്രീറാം വെങ്കിട്ടരാമൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്കറിയായിരിക്കും കുറച്ചു കാലം മുമ്പ് ഒരാളെ കാർ ഇടിച്ചതിൻ്റെ പേരിൽ സസ്പെൻഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്ന ഒരു IAS ഓഫീസറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യ കാലഘട്ടത്തിൽ പോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ദേവികുളം എന്ന് പറയുന്നത്. അവിടുത്തെ ഭൂമി കയ്യേറ്റവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ദേവികുളം വാർത്തയിലുണ്ടായിരുന്നു. കാരണം റിസോർട്ടുകളൊക്കെ പണിയുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ബയോസ്ഫിയർ റിസർവ് അല്ലെങ്കിൽ അവിടുത്തെ സംരക്ഷിത വനമേഖലകളൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ കയ്യേറുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ദേവികുളം വാർത്തയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും ദേവികുളം വാർത്തയിൽ ഉണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സിലുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ദേവികുളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ അവിടുത്തെ വനമേഖലകൾ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയാസ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അതിന് പട്ടയം ഉണ്ടാക്കുക, അവിടെ റിസോർട്ടുകൾ നിർമ്മിക്കുക, ഇത്തരത്തിലുള്ള ധാരാളമായിട്ടുള്ള കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ടായിരുന്ന ഭൂമിയായിരുന്നു. അത് ഒഴിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ശ്രീറാം വെങ്കിട്ടരാമൻ അദ്ദേഹം ന്യൂസിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഞാനൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്താണ് ഈ ദേവികുളം എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താണ് ആനമല വരുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് പറയേണ്ടത്. പിന്നീട് നമ്മൾ സൗത്തിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, തിരുവനന്തപുരത്തായിട്ടാണ് ഈ പറയുന്ന അഗസ്ത്യമല വരുന്നത്. അഗസ്ത്യാർകൂടം അല്ലെങ്കിൽ അഗസ്ത്യമല ഇതൊക്കെ വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇതൊക്കെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില മലനിരകളാണ്. ഇതുകൂടാതെ വേറെയും മലനിരകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്തരത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള മലനിരകൾ വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നീലഗിരി വരുന്നുണ്ട്, ആനമല വരുന്നുണ്ട്, ഏലമല വരുന്നുണ്ട്, ദെൻ അഗസ്ത്യമല വരുന്നുണ്ട്. ഇനി ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊന്നാണ് ഈ ആനമലൈ അല്ലെങ്കിൽ ആനമുടി. ഈ ആനമുടിയുടെ അതിർത്തികൾ ഏതൊക്കെയാണ് എന്നുള്ള രൂപത്തിലേക്ക് ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ആനമലയുടെ അല്ലെങ്കിൽ ആനമുടിയുടെ വടക്ക് ഭാഗം അല്ലെങ്കിൽ നോർത്ത് ഭാഗം എന്ന് പറയുന്നത് ആനമലയാണ്. ഓക്കെ, നോർത്ത് ഭാഗം എന്ന് പറയുന്നത് ആനമലയാണ്. അപ്പം ഇവിടെ നിങ്ങൾ ഇതിപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇതാണ് ആനമുടി എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് ആനമുടി എന്നുണ്ടെങ്കിൽ അതിൻ്റെ നോർത്ത് ഭാഗത്തായിട്ട് വരുന്നതാണ് ആനമലൈ എന്ന് പറയുന്നത്. ഓക്കെ, ആനമല എന്ന് പറയുന്നത് ആനമലയും ആനമുടിയും ഒന്നല്ല. ഓക്കെ, ആനമല എന്ന് പറയുന്നത് ആ ഒരു റീജിയനാണ്. ദെൻ ആനമുടി എന്ന് പറയുന്നത് ആ ഒരു പർവ്വതനിരയ്ക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കുന്നിന് മാത്രമായിട്ട് നമ്മൾ നൽകുന്ന പേരാണ്. അപ്പോൾ ആ ഡിഫറൻസ് വ്യത്യാസം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ സൗത്തായിട്ട് തെക്ക് ഭാഗത്തായിട്ട് വരുന്നതാണ് ഈ പറയുന്ന ഏലമല എന്ന് പറയുന്നത്. ഓക്കെ, ഏലമല എന്ന് പറയുന്നത് കാർഡമം ഹിൽസ്. അതായത് പണ്ട് മലയാള സിനിമയിൽ ഒരു പാട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏലമലം കാട്ടിലെ മലം കുറവ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ഫാക്ച്വൽ ഇൻഫർമേഷൻസ്. ഒന്ന്, ഈ പറയുന്ന ഏലമല കാർഡമം ഹിൽസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ഏലം കൾട്ടിവേഷൻസ് നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഏലമല എന്ന് പറയുന്നത്. ഇനി ഈ ഫോറസ്റ്റ് ഏരിയയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ ഫോറസ്റ്റ് ഏരിയയിൽ അധിവസിക്കുന്ന ട്രൈബൽ ഏരിയയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏലമലം കാട്ടിലെ മലം കുറവ വിഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അവിടെ താമസിക്കുന്ന ആദിവാസി വിഭാഗങ്ങളാണ് കുറവ വിഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിഴക്കൻ ഭാഗത്തേക്ക്, ഓക്കെ, ഇതിൻ്റെ കിഴക്കൻ ഭാഗത്തേക്ക് തമിഴ്നാട് അതിർത്തിയാണ് വരുന്നത്. അപ്പം ആനമുടിയുടെ കിഴക്കൻ ഭാഗത്തായിട്ടാണ് പളനി വരുന്നത്. ഓക്കെ, അപ്പോൾ പളനി ഹിൽസ് വരുന്നത് അതിൻ്റെ ഒരു കിഴക്ക് ഭാഗത്താണ്. അതും കൂടെ എന്ത് ചെയ്യുക, അവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇൻഫർമേഷൻസ്. ബാക്കി പർവ്വതനിരകൾ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പാർട്ട് ഓഫ് ദി വെസ്റ്റേൺ ഗട്ട് മൗണ്ടെയിൻ സിസ്റ്റമാണ് ഈ പറയുന്ന ആനമല എന്ന് പറയുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള മൗണ്ടെയിൻ റേഞ്ചസ് വരുന്നുണ്ട്. ദെൻ അറേബ്യൻ സീക്ക് പാരലൽ ആയിട്ടാണ് ഈ ഒരു വെസ്റ്റേൺ ഗട്ട് കിടക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദെൻ അതുപോലെ തന്നെ ആനമലൈ ഹിൽസ്, കാർഡമം ഹിൽസ്, നീലഗിരി ഹിൽസ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ അഗസ്ത്യമലൈ ഹിൽസ് വരുന്നുണ്ട്. തമിഴ്നാട് സദേൺ കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് അഗസ്ത്യമല ഹിൽസ് വരുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിർബന്ധമായിട്ടും ഓർത്ത് വയ്ക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടുന്ന് ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ നടക്കുകയാണ്. അപ്പം പശ്ചിമഘട്ടത്തിൻ്റെ സവിശേഷതകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ ജസ്റ്റ് ഒരൊറ്റ കാര്യം മാത്രമാണ് ഇവിടെ അഡീഷണൽ ആയിട്ട് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തടഞ്ഞു നിർത്തുന്നത് പശ്ചിമഘട്ടമാണ്. അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മൺസൂണിനെ കേരളത്തിലേക്ക് കടത്തിവിടാത്തതും ഈ പറയുന്ന പശ്ചിമഘട്ടം തന്നെയാണ്. രണ്ടും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. ഏതിനെയാണ് തടഞ്ഞു നിർത്തുന്നത്, ഏതിനെയാണ് കടത്തിവിടാത്തത്, ഈ രണ്ടും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണെന്നുണ്ടെങ്കിൽ, തെക്കു പടിഞ്ഞാറൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ മൺസൂൺ,
ഓക്കെ, നമ്മുടെ സാധാ ആ ഒരു തുലാവർഷ കാലഘട്ടമാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മുടെ കേരളത്തിൽ മാത്രമായിട്ട് തടഞ്ഞു നിർത്തുന്നത് ഈ ഒരു വെസ്റ്റേൺ ഘട്ടമാണ്. കാരണം അത് അറേബ്യൻ ഓഷ്യനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അറേബ്യൻ ഓഷ്യനിൽ നിന്ന് വരുന്ന ആ ഒരു തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ പൂർണ്ണമായിട്ടും കേരളത്തിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് നമുക്ക് മഴ നൽകുന്നുണ്ട്, ഓറോഗ്രാഫിക് റെയിൻഫാൾ നൽകുന്നുണ്ട്. അപ്പോൾ ഓറോഗ്രാഫിക് റെയിൻഫാൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ പറയുന്ന പോലെ നമ്മൾ പണ്ട് പഠിക്കുന്നുണ്ടല്ലോ, മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മേഘങ്ങളെ പർവ്വതം തടഞ്ഞു നിർത്തുകയും അങ്ങനെ ആ മേഘങ്ങൾ ഘനീഭവിച്ച മഴയായിട്ട് പെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പണ്ട് പഠിച്ച ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ പറയുന്ന ഓറോഗ്രാഫിക് റെയിൻഫാൾ അല്ലെങ്കിൽ പർവ്വതമഴ എന്ന് പറയുന്നത്. ഓക്കെ, ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്നാൽ അതേ സമയം തന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വരുന്നുണ്ട്. ഓക്കെ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ നമ്മുടെ ഇടവപ്പാതി അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നോർത്ത് ഈസ്റ്റ് മൺസൂൺ പാലക്കാട് പോലെയുള്ള പ്രദേശങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ചില സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട്. എന്നാലും അത് പൂർണ്ണമായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വരുന്നതിന് തടയുന്നത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ട് തന്നെയാണ്. ഈ തമിഴ്നാട് ഭാഗത്തിലൂടെ വരുന്ന ആ ഒരു നോർത്ത് ഈസ്റ്റ് മൺസൂണിനെ കേരളത്തിലേക്ക് എൻ്റർ ചെയ്യിക്കാതെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് മഴ നൽകുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണാണ്, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ്. അതുകൊണ്ടാണ് അവിടെ കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള മേഘങ്ങളും നല്ല മഴയും കൊടുത്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ നിന്ന് നമുക്ക് അത്രത്തോളം മഴ കിട്ടുന്നില്ല. ഓക്കെ, അതായത് വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അത്രത്തോളം മഴ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അത്ര ഇമ്പോർട്ടൻസിൽ അവിടെ കൊടുക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ടിൻ്റെ ഈസ്റ്റേൺ ഭാഗം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, വെസ്റ്റേൺ ഘട്ടിൻ്റെ ഈസ്റ്റേൺ ഭാഗം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റെയിൻ ഷാഡോ റീജിയനാണ്. അതായത് ലീവേർഡ് സൈഡ് എന്നൊക്കെ നമ്മൾ പറയും. ഈ പർവ്വതത്തിൻ്റെ ലീവേർഡ് സൈഡാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതലായിട്ട് മഴ കിട്ടുന്നില്ല എന്ന് നമുക്ക് പറയാം. എന്നാൽ അതേസമയം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെസ്റ്റേൺ സൈഡിലേക്ക് ധാരാളമായിട്ട് മഴ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കേരളമാണ് ഇതിൻ്റെ വെസ്റ്റേൺ സൈഡിൽ കിടക്കുന്നത്. വെസ്റ്റേൺ ഘട്ടിൻ്റെ വെസ്റ്റേൺ സൈഡിലായിട്ട് കിടക്കുന്നത്, പടിഞ്ഞാറൻ ഭാഗത്തായിട്ട് കിടക്കുന്നത് നമ്മുടെ കേരളമാണ്. അവിടെ നമുക്ക് കൂടുതലായിട്ട് മഴ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരു കാലാവസ്ഥ മതിലായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ജസ്റ്റ് ആ പോയിന്റ് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, യെസ്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കുക. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. അപ്പോൾ കേരളത്തിലുള്ള മറ്റ് ചില പ്രധാനപ്പെട്ട മലനിരകളും കൂടെ നമ്മളൊന്ന് പരിശോധിച്ച് പോവാണ്. എല്ലാം എന്നല്ല പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ പരിശോധിച്ച് പോകുന്നത്. ഓക്കെ, സോ അതിൽ ആദ്യം വരുന്നതാണ് ബാണാസുര. നിങ്ങൾക്കറിയാം ബാണാസുര സാഗർ അല്ലെങ്കിൽ ബാണാസുര മല, ഇതെല്ലാം വരുന്നത് വയനാട്ടിലാണ്. അതുപോലെ തന്നെ വയനാട്ടിലേക്ക് ടൂർ പോകുന്ന സമയത്ത് നമ്മുടെ മറ്റൊരു ഡെസ്റ്റിനേഷനാണ് ചെമ്പ്ര കൊടുമുടി എന്ന് പറയുന്നത്, ചെമ്പ്ര പീക്ക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ചെമ്പ്ര കൊടുമുടി വരുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ഈ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് വെള്ളരിമല എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ ഞങ്ങളൊക്കെ പോകാറുള്ള ഒരു പ്രദേശമാണ് വെള്ളരിമല എന്ന് പറയുന്നത്. ദെൻ വെള്ളരിമലയിലേക്ക് പോകുന്ന സമയത്ത് തുഷാരഗിരിയൊക്കെ ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകാറുള്ളത്. അതുപോലെ തന്നെ വയനാട്ടിലേക്ക് പോകുന്ന സമയത്തും തുഷാരഗിരി വഴിയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഷോർട്ട് കട്ട് എടുക്കാറുള്ളത്. തുഷാരഗിരി വഴി നമ്മൾ അങ്ങനെ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ആ ഒരു അടിവാരത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഒന്നാം വളവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും, ഒന്നാം ചുരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അവിടുന്ന് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് വയനാട് മല കയറി അങ്ങ് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വെള്ളരിമല വരുന്നുണ്ട്. ഈ വെള്ളരിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദി വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഇരുവഴിഞ്ഞിപ്പുഴ എന്ന് പറയുന്നത്. അതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അപ്പം ഈ മുക്കം അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഒരു ഇമോഷൻ്റെ ഭാഗമായിട്ട് കിടക്കുന്ന ഒരു പ്രണയകാവ്യമാണ് ഈ കാഞ്ചനമാല മൊയ്തീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ മൊയ്തീൻ മുങ്ങി മരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കരുതപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന ആ ഒരു നദിയാണ് അല്ലെങ്കിൽ ആ ഒരു പുഴയാണ് ഇരുവഴിഞ്ഞിപ്പുഴ എന്ന് പറയുന്നത്. അതൊക്കെ ഉത്ഭവിക്കുന്നത് ഈ ഒരു വെള്ളരിമലയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് അത് വരുന്നത് കോഴിക്കോട് വയനാട് ബോർഡറിലായിട്ടാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം, വെള്ളരിമല വരുന്ന പ്രദേശം എവിടെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, നോർത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, സൗത്തിലേക്കാണ് പറഞ്ഞു വരുന്നത്. ഇനി അപ്പോൾ നമ്മൾ നോർത്തിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കാസർഗോഡ് ഭാഗത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മലനിര. അപ്പം ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാണ്. നിങ്ങളുടെ അടുത്തുള്ള, അപ്പോൾ ഞാൻ ഈ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് വരുന്നതാണ് വെള്ളരിമല, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ചില ഇൻഫർമേഷൻസ് ഞാൻ എന്ത് ചെയ്തു, ഷെയർ ചെയ്തു. അപ്പോൾ ഇതുപോലെ ഓരോ പ്രദേശത്തും അവരുടേതായിട്ടുള്ള ചില ലോക്കലായിട്ടുള്ള ചില കഥകളും അതുപോലെ തന്നെ ലോക്കലായിട്ടുള്ള ചില സംഭവ വികാസങ്ങളുമൊക്കെ ഓരോ മലനിരകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോയുടെ കമൻറ്റിലൊന്ന് ആഡ് ചെയ്യണം. എത്രത്തോളം ഡൈവേഴ്സ് ആയിട്ടുള്ള സ്റ്റോറീസ് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അടുത്ത് കിടക്കുന്ന ഇത്തരത്തിലുള്ള പർവ്വത മേഖലകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മലനിരകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റോറീസ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്, അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഇപ്പോൾ കാസർഗോഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാസർഗോഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മലനിരയാണ് റാണിപുരം എന്ന് പറയുന്നത്. ഓക്കെ, റാണിപുരം എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. റാണിപുരം വരുന്നത് കാസർഗോഡാണ്. ഓക്കെ, കാസർഗോഡിൻ്റെ ഊട്ടി എന്നൊക്കെ ചില സമയത്ത് അറിയപ്പെടുന്നതാണ് റാണിപുരം എന്നറിയപ്പെടുന്നത്. ഓരോ പ്രദേശത്തും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മലനിരകളെ അവിടുത്തെ ഊട്ടിയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പരിഗണിക്കാറുള്ളത്. അങ്ങനെ ജസ്റ്റ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ കാസർഗോഡ് എടുക്കുകയാണെങ്കിൽ അവിടെ റാണിപുരം വരുന്നുണ്ട്.
അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ദെൻ കണ്ണൂരിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നമ്മുടെ നാവിക അക്കാദമിയൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശം വരുന്നുണ്ട്, അതാണ് ഏഴിമല എന്ന് പറയുന്നത്. ഓക്കെ, ഏഴിമല വരുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ നാവിക അക്കാദമിയൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നാവിക അക്കാദമിയുമായിട്ട് വരുന്ന ഏഴിമല അത് വരുന്നത് കണ്ണൂരാണ്. അതൊന്നും എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ദെൻ അടുത്തത് കോട്ടയം രാജവംശവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നതാണ്. കോട്ടയം രാജവംശം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ തെക്ക് ഭാഗത്തല്ല, നമുക്ക് വടക്ക് ഒരു കോട്ടയം രാജവംശം ഉണ്ടായിരുന്നു. ആ കോട്ടയം രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള രാജാവായിരുന്നു പഴശ്ശി രാജ എന്ന് പറയുന്നത്. അപ്പോൾ പഴശ്ശി രാജയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിൽ ആണ്, അല്ലെങ്കിൽ ഒരു മലയാണ് പുരളിമല എന്ന് പറയുന്നത്. പുരളിമലയിലായിരുന്നു പലപ്പോഴായിട്ടും പഴശ്ശി രാജ ഗറില്ല യുദ്ധങ്ങളുമായിട്ട് ബ്രിട്ടീഷുകാരെ നേരിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുരളിമല എവിടെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കറിയാം, കണ്ണൂരാണ് വരുന്നത്. ഓക്കെ, കണ്ണൂരാണ് ഈ പറയുന്ന പുരളിമല വരുന്നത്. അതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചു ഏഴിമല വരുന്നുണ്ട്, അതുപോലെ തന്നെ പുരളിമല, ഏഴിമല പുരളിമല ഇത് രണ്ടും വരുന്നത് കണ്ണൂരാണ്. ഇനി നിങ്ങൾ KSRTCയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പൈതൽ മലയിലേക്കുള്ള യാത്ര എന്നുള്ള രൂപത്തിലേക്ക്. ഓക്കെ, പൈതൽ മലയിലേക്കുള്ള ആ ഒരു യാത്രയുണ്ട്. അപ്പം ആ പൈതൽ മലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പൈതൽ മല എന്ന് പറയുന്നത് ഇപ്പം കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറത്തു നിന്നൊക്കെ KSRTC യാത്ര പൈതൽ മലയിലേക്കുണ്ട്. അപ്പോൾ പൈതൽ മല എന്ന് പറയുന്നത് അതും കണ്ണൂർ തന്നെയാണ് വരുന്നത്. അപ്പോൾ കണ്ണൂരുള്ള 3 എണ്ണം നമ്മൾ പഠിച്ചു. 3ഉം ചരിത്രപരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ചരിത്രപരമായിട്ട് ഇത് പൈതൽ മല എന്ന് പറയുന്നത് കണ്ണൂരിൻ്റെ ഊട്ടിയായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സാധാരണ പറയുന്നതാണ് പൈതൽ മല എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ പുരളിമല എന്ന് പറയുന്നത് പഴശ്ശിയുടെ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നതാണ്. ദെൻ ഏഴിമല എന്ന് പറയുന്നത് പണ്ട് മുതലേ നാവിക കേന്ദ്രങ്ങളായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഏഴിമല എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ നാവികസേനയുടെ നാവിക അക്കാദമിയൊക്കെ വരുന്നത് ഈ ഒരു ഏഴിമലയിലാണ്. അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ദെൻ കോഴിക്കോടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സ്വന്തം കോഴിക്കോട്. ഓക്കെ, സോ കോഴിക്കോടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഈ പറയുന്ന വെള്ളരിമലയാണ് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു മല എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഈ പറയുന്ന പോലെ ഇരുവഴിഞ്ഞിപ്പുഴയൊക്കെ എന്ത് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത്. ഓക്കെ, സോ അതാണ് വെള്ളരിമല എന്ന് പറയുന്നത്. ദെൻ അവിടുത്തെ പിന്നീട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ്. ഓക്കെ, അപ്പോൾ വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ട് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള മലനിരകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഒന്ന് ബാണാസുര. ഓക്കെ, ബാണാസുര എന്ന് പറയുന്ന മലനിര അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ബാണാസുര സാഗർ കാര്യങ്ങളൊക്കെ വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതായത് നമ്മൾ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ കണ്ടിട്ടുള്ള മലനിരകളെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അത് ഏതൊക്കെ പ്രദേശത്താണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബാണാസുര വരുന്നുണ്ട്, ബാണാസുര സാഗർ വരുന്നുണ്ട്. അത് ഈ പറയുന്ന ബാണാസുര മല എന്ന് പറയുന്നത് വയനാടാണ് വരുന്നത്. അതും കൂടെ എപ്പോഴെങ്കിലും ഇതുപോലെ സ്ലിപ്പ് ഓഫ് ടങ് വരികയാണെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഓക്കെ, അങ്ങനെ എപ്പോഴെങ്കിലും സ്ലിപ്പ് ഓഫ് ടങ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റായിട്ട് പറയണം. ഞാൻ ചിലപ്പം തൊട്ട് മുമ്പ് പറഞ്ഞ ഓർമ്മയിലായിരിക്കും നിൽക്കുന്നത്, അതായത് കണ്ണൂരിലുള്ള സാധനങ്ങൾ റീകളക്ട് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ചിലപ്പം ഇൻ കേസ് അഥവാ ലൊക്കേഷൻസ് അല്ലെങ്കിൽ ജില്ലയോ മാറിപ്പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, പറയണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് വയനാടാണ്. വയനാട് ബാണാസുര മല നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേതാണ് ചെമ്പ്ര കൊടുമുടി, അങ്ങോട്ടേക്ക് ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ചെമ്പ്ര എന്ന് പറയുന്നതും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. അതുപോലെ മറ്റൊന്നാണ്, ഇപ്പോൾ ബാണാസുര പറഞ്ഞു ബിയിലാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ബ്രഹ്മഗിരി എന്ന് പറയുന്നത്. ഓക്കെ, ബാണൻ ബ്രഹ്മഗിരി രണ്ടും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ബ്രഹ്മഗിരി എന്ന് പറയുന്നതും വയനാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇനി പക്ഷേ ഈ പറയുന്ന വയനാട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ പറയുന്നതൊന്നുമല്ല. ഓക്കെ, പറയുന്നതൊന്നുമല്ല വയനാടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മലനിരകൾ എന്ന് പറയുന്നത് അത് അമ്പുകുത്തി മലയാണ്. ഓക്കെ, അമ്പുകുത്തി മലയാണ് വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലനിര എന്ന് പറയുന്നത്. അമ്പുകുത്തി മലയാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ അമ്പുകുത്തി മലയുടെ പിന്നീടുള്ള ഐതിഹ്യം ആരെങ്കിലും വയനാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അമ്പുകുത്തി മല എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ആ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, ഹിസ്റ്ററി എന്നല്ല നമ്മൾ അതിന് ഐതിഹ്യം എന്ന് പറയും, ആ ഒരു ഐതിഹ്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ ഈ അമ്പുകുത്തി മലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ വരുന്നുണ്ട്, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നുണ്ട്. അതാണ് എടക്കൽ കേവ്സ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുരാതന കാലത്ത് ആദിമകാലം എന്ന് പറയുന്ന സമയത്ത് എത്ര കാലം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അതിനെ ഗതി നിർണ്ണയിച്ചു, അതിൻ്റെ കാലാവസ്ഥ അതിൻ്റെ കാലഗണന ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല. എന്നാലും ഒരു 10,000 വർഷത്തോളം മുൻപ് അവിടെ മനുഷ്യന്മാർ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളായിക്കൊണ്ട് അവിടെ നമുക്ക് ഗുഹാ ചിത്രങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നല്ല രസമാണ്. നമ്മളങ്ങനെ കയറി പോകണം. ലൈക്ക് 2 രൂപത്തിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ച് പ്രായമായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റെപ്പ് അങ്ങനെ കയറി പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതായത് ഇറങ്ങി വരുന്ന ആ ഒരു പ്രദേശത്തോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലേക്ക് കയറി പോകുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മലയുടെ ഇടുക്കിലൂടെ അങ്ങനെ തന്നെ കയറി പോകാൻ വേണ്ടിയിട്ട് പറ്റും. ബെറ്റർ നിങ്ങൾക്ക് പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, ആ ഒരു അമ്പുകുത്തി മലയുടെ മുകളിൽ കിടക്കുന്ന എടക്കൽ കേവ്സിലേക്ക് അങ്ങനെ തന്നെ കയറി പോവുക. നല്ല രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ജസ്റ്റ് കയറി പോയി കഴിഞ്ഞാൽ അവിടെ നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. പകുതിയൊക്കെ കയറി എത്തിക്കഴിഞ്ഞാൽ അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, യെസ്, അപ്പോൾ അതാണ് അമ്പുകുത്തി മല എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വയനാടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ അവിടെ നമ്മൾ വീണ്ടും താഴത്തേക്ക് വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മലപ്പുറമാണ്. മലപ്പുറത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 1-2 മലനിരകൾ വരുന്നുണ്ട്. അതിൽ ഒന്നാണ് കൊടികുത്തി മല എന്ന് പറയുന്നത്. ഓക്കെ, കൊടികുത്തി മല വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കോട്ടക്കുന്ന് എന്ന് പറയുന്നത്. അപ്പം മലപ്പുറത്തിൻ്റെ ഒക്കെ ഒരു
ഒരു ഊട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ മലപ്പുറത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കോട്ടക്കുന്ന് എന്ന് പറയുന്നത്. ഓക്കെ, ആ കോട്ടക്കുന്നിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ കോട്ടക്കുന്നിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അവിടേക്ക് കയറുന്ന സമയത്ത് ജസ്റ്റ് അവിടെ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു നമ്മുടെ ബോർഡ് കൊടുക്കല്ലോ, ആ ബോർഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു 360 ഡിഗ്രി വ്യൂ കിട്ടുന്ന ചുരുക്കം മലനിരകളിൽ ഒന്നാണ് ഈ പറയുന്ന കോട്ടക്കുന്ന് എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. അപ്പം ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. കോട്ടക്കുന്ന്, കൊടികുത്തി മല ഇതെല്ലാം വരുന്നത് മലപ്പുറത്താണ്. അതുപോലെ തന്നെ അരിമ്പ്ര കുന്നുകൾ വരുന്നുണ്ട്, അതും വരുന്നത് മലപ്പുറത്ത് തന്നെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മലപ്പുറവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി അവിടെ നമ്മൾ പാലക്കാടിലേക്ക് വരികയാണെങ്കിൽ പാലക്കാട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മല്ലീശ്വരൻ കുന്നുകൾ അല്ലെങ്കിൽ മല്ലീശ്വരം മല, മല്ലീശ്വരം മുടി എന്നൊക്കെ ഡിഫറെൻറ്റ് പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മല്ലീശ്വരം കുന്നുകളാണ് പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് കൂടാതെ വേറെ ഏതെങ്കിലും മലനിരകൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചതൊക്കെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ദെൻ അടുത്തത് തമിഴ്നാടിൻ്റെ ഭാഗമായിട്ട് കിടക്കുന്ന എന്നാൽ നമുക്ക് തൃശ്ശൂരിൽ നിന്നൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന മറ്റൊരു മലനിരയാണ് തിരുവില്ലാമല എന്ന് പറയുന്നത്. ഓക്കെ, തിരുവില്ലാമല എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എഡ്ജ് കിടക്കുന്നത് ഈ പറയുന്ന പോലെ തന്നെ തമിഴ്നാട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂരായിട്ട് തിരുവില്ലാമല നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അത് കഴിഞ്ഞിട്ട് എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു പിൽഗ്രിമേജ് ഡെസ്റ്റിനേഷനായിട്ട് വരുന്ന മലയാറ്റൂർ മല വരുന്നുണ്ട്. ഓക്കെ, അത് വരുന്നത് എറണാകുളത്തിൻ്റെ ഭാഗമായിട്ടാണ് മലയാറ്റൂർ മല വരുന്നത്. അതും കൂടെ എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളത്താണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മലപ്പുറം കഴിഞ്ഞു, പാലക്കാട് കഴിഞ്ഞു, ദെൻ തൃശ്ശൂർ കഴിഞ്ഞു, ദെൻ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എറണാകുളമാണ്. എറണാകുളത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന മലയാറ്റൂരാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എറണാകുളത്ത് മലയാറ്റൂർ വരുന്നുണ്ട്, അതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ പിൽഗ്രിമേജ് ലൊക്കേഷനാണ് മലയാറ്റൂർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അതൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് മലകൾ, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ വരുന്ന അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഇടുക്കിയാണ്. ഓക്കെ, ഇടുക്കിയാണ്. ഇടുക്കിയിൽ ധാരാളമായിക്കൊണ്ട് നമുക്ക് മലനിരകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആനമുടി ആയാലും അതുപോലെ തന്നെ മീശപ്പുലി മലയായാലും ഇതെല്ലാം വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. എന്നാൽ ഇത് കൂടാതെ ദേവിമല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദേവികുളം അല്ലെങ്കിൽ ദേവിമല എന്ന് പറയുന്നത്, ദേവികുളം എന്ന് പറയുന്നത് അവിടുത്തെ താലൂക്ക്, അപ്പോൾ അതുപോലെ ദേവിമല എന്ന് പറയുന്നത് രണ്ടും ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ദേവിമല എന്ന് പറയുന്ന ആ ഒരു കുന്ന് അല്ലെങ്കിൽ മല അത് വരുന്നതും ഇടുക്കിയുടെ ഭാഗമായിട്ടാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇടുക്കി കഴിഞ്ഞാൽ കോട്ടയം വരുന്നില്ല, പിന്നെ വരുന്നത് പത്തനംതിട്ടയാണ്. ഓക്കെ, പിന്നെ വരുന്നത് പത്തനംതിട്ടയാണ്. കാരണം നിങ്ങൾക്കറിയാം ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോട്ടയത്തേക്ക് അങ്ങനെ വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്ന രൂപത്തിലേക്കുള്ള മലനിരകൾ വരാത്തൊരു ഏരിയയാണ് കോട്ടയം എന്ന് പറയുന്നത്. കുറച്ചും കൂടെ സമതലമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് കോട്ടയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ നമുക്ക് പ്രധാനമായിട്ടുള്ള മലനിരകൾ വരാത്തത്. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, പത്തനംതിട്ടയിലേക്ക് വരികയാണ്. അപ്പം പത്തനംതിട്ടയിലേക്ക് വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 1-2 മലകൾ വരുന്നുണ്ട്. അതിൽ ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിനെ തന്നെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിനെ നമ്മുടെ ഇന്ത്യയുടെ ഒരു മാപ്പിൽ തന്നെ കൊണ്ടു നിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട മലനിര, അതാണ് ശബരിമല എന്ന് പറയുന്നത്. ഓക്കെ, ശബരിമല വരുന്നുണ്ട്, അതുപോലെ തന്നെ പൂച്ചിമല. ഇത് രണ്ടും വരുന്നത് പത്തനംതിട്ടയിലാണ്. ജസ്റ്റ് ആ 2 കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. പൂച്ചിമല അതുപോലെ തന്നെ ശബരിമല രണ്ടും വരുന്നത് പത്തനംതിട്ടയിലാണ്. ദെൻ കൊല്ലത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അറിയാം, കൊല്ലം എന്ന് പറയുന്നത് കൊല്ലത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും ആ ഒരു ബോർഡർ ഏരിയയിലായിക്കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്നാണ് ജഡായു സ്റ്റാച്ചു എന്ന് പറയുന്നത്. ഓക്കെ, ജഡായു അല്ലെങ്കിൽ എർത്ത് സെൻറ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ജഡായു സ്റ്റാച്ചു വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും വലിയ പക്ഷി ശില്പം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. രാജീവ് അഞ്ചൽ അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള ജഡായു സ്റ്റാച്ചു അവിടെ നമുക്ക് ആ ഒരു അതിൻ്റെ മുകളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് സ്റ്റെപ്പ് വഴി കയറി പോകും, അതല്ലെങ്കിൽ നമുക്കവിടെ റോപ്പ് വേ ഉണ്ട്, റോപ്പ് വേ വഴി എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ആരെങ്കിലും അത് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1-2 കാര്യങ്ങൾ. ഒന്ന്, അവിടെ അത്യാവശ്യം നല്ല ടിക്കറ്റ് റേറ്റ് ആണ്. ലൈക്ക് റോപ്പ് വേ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 പേർക്ക് മുകളിലേക്ക് കയറി താഴത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1000 രൂപയോളം നിങ്ങൾക്ക് അവിടെ എക്സ്പെൻസ് വരും. ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു 250 രൂപയോളം വരുന്നുണ്ട്. ദെൻ റോപ്പ് വേയുടെ ചാർജായിട്ടും 250-300 രൂപയോളം വരുന്നുണ്ട്. ഞാൻ കുറച്ച് കാലം മുമ്പാണ് പോയത്. അപ്പം ഒരാൾക്ക് തന്നെ ഏകദേശം 500 രൂപയുടെ അടുത്ത് എക്സ്പെൻസ് അതൊന്ന് കണ്ട് താഴത്തേക്ക് തിരിച്ചിറങ്ങി വരാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചിറങ്ങുന്ന എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ ലൈക്ക് 1 വേ ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റോപ്പ് വേ എടുത്തിട്ട് തിരിച്ചിറങ്ങുന്ന വേണമെങ്കിൽ എന്ത് ചെയ്യാം, നടന്നിറങ്ങാം. അപ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു യാത്ര നിങ്ങൾ തിരിച്ചിറങ്ങുന്നത് ബെറ്റർ. നിങ്ങൾ എന്ത് ചെയ്യാം,
താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. ഓക്കെ, അത് നടന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. രണ്ടാമതായിക്കൊണ്ട് അവിടെ QR കോഡ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ആയിട്ട് തന്നെ പോകണം. അവിടെ എത്തിയിട്ട് അവിടെ തൊട്ടടുത്തൊന്നും നിങ്ങൾക്കൊരു ബാങ്കിങ് ഫെസിലിറ്റിയോ അല്ലെങ്കിൽ കടകളോ ഈ പറയുന്ന നിങ്ങളുടെ QR കോഡ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ATMലോ പണം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയും അവിടെ ഇല്ല. ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം ഞാൻ അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് ഒരു ടീമിന് അവസാനം മടങ്ങി പോകേണ്ടതായിട്ട് വന്നു. കാരണം അവർ ഏകദേശം ഒരു 12ഓളം വരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. 12ഓളം വരുന്ന ഗ്രൂപ്പ് അവർ QR കോഡ് എടുക്കാം എന്നുള്ള രൂപത്തിലാണ് വന്നത്. അപ്പം ഇവർക്ക് ഈ പറയുന്ന ഇത്രയും ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് എല്ലാവരുടെയും കൂടെ കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മടങ്ങി പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവിടെ വരെ വന്നു, അവിടെ കയറാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്, പക്ഷേ അത് വിസിറ്റ് ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് അവിടുത്തെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അത് വരുന്നത് ഈ പറയുന്ന കൊല്ലം തിരുവനന്തപുരത്തിൻ്റെ ഒരു ബോർഡറിലായിട്ട് ജഡായു സ്റ്റാച്യു വരുന്നുണ്ട്, അല്ലെങ്കിൽ ജഡായു പാറ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ റോസ്മല ഇതും വരുന്നത് കൊല്ലത്ത് തന്നെയാണ്. ദെൻ തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് ഈ കൊടുത്തിരിക്കുന്ന പോലെ പൊന്മുടി വരുന്നുണ്ട്. പൊന്മുടിയിലേക്കും KSRTC ട്രിപ്പ് നടത്താറുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി വരാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പൊന്മുടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഗസ്ത്യാർകൂടം വരുന്നുണ്ട്. അതും തിരുവനന്തപുരത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ അഗസ്ത്യാർകൂടം കൊടുത്തിരിക്കുന്നത് കൊല്ലത്താണ്. ഓക്കെ, അത് ചെറിയൊരു മിസ്റ്റേക്കാണ്. അഗസ്ത്യാർകൂടം ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. അഗസ്ത്യാർകൂടം എന്ന് പറയുന്നതും തിരുവനന്തപുരത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടികൾ അല്ലെങ്കിൽ മലനിരകൾ എന്ന് പറയുന്നത്. ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് പഠിക്കണം. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓരോ മലനിരകൾ അതിനെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻസോ ബേസ് ചെയ്തുകൊണ്ടൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ആ ഒരു ഭാഗം നിങ്ങൾ വിട്ട് കളയരുത്. ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയായിരിക്കാം. അറിയാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് മലനിരകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഇതൊക്കെ വന്ന 2 ജില്ലകൾ, ഒന്ന് ഇടുക്കി, വയനാടാണ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വയനാടാണെങ്കിൽ അമ്പുകുത്തി മല പോലെ ഉള്ളതുണ്ട്. ഇപ്പോൾ ഇടുക്കിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാഗമണ്ണ്, മൂന്നാർ, ആനമുടി, ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടുക്കിയുടെ ഭാഗമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട 2 ഡെസ്റ്റിനേഷൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റുകളാണ് ഇടുക്കി, വയനാട് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിട്ട് എക്കോ ടൂറിസം, ഫോറസ്റ്റ് ടൂറിസം, നാച്ചുറൽ ടൂറിസം ഇതുപോലത്തെ ഡിഫറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രൈബൽ ടൂറിസം ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന, അപ്പം ഇത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഇൻഫർമേഷനാണ്. കേരളത്തിലുള്ള ടൂറിസം പൊട്ടൻഷ്യൽ ഏതൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ല 2 സ്ഥലങ്ങളാണ് ഇടുക്കി, വയനാട് എന്ന് പറയുന്നത്. മലയോര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എക്കോ ടൂറിസം, നാച്ചുറൽ ടൂറിസം, ട്രൈബൽ ടൂറിസം, ഫോറസ്റ്റ് ടൂറിസം, ട്രക്കിംഗ് ടൂറിസം ഇങ്ങനെ ഒരുപാട് പൊട്ടൻഷ്യൽ വരുന്നത്. ദെൻ റിസോർട്ട് ടൂറിസം ഇതൊക്കെ വരുന്നത് ഇടുക്കി, വയനാട് മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിലൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇനി അതല്ല വയനാട്, ഇടുക്കി ജില്ലകളിൽ നിന്ന് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട് ജില്ലകളും അവിടുത്തെ അടിസ്ഥാന വിവരങ്ങളും എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നതൊന്നും ഔട്ട് ഓഫ് ദ സിലബസ് അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നതോ അല്ല. പലപ്പോഴായിട്ട് PSC ചോദിച്ച ഇൻ്റർവ്യൂ അടക്കം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതൊന്നും എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഇടുക്കി, വയനാട് ജില്ലകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടുക്കിയുടെ ഭാഗമായിട്ട് വരുന്ന മലനിരകൾ അല്ലെങ്കിൽ ഇടുക്കിയുടെ ഭാഗമായിട്ട് വരുന്ന വെസ്റ്റേൺ ഘട്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പെരിയാർ നദി ഉത്ഭവിക്കുന്നത്. ചൂർണി എന്നും അറിയപ്പെടുന്നുണ്ട്. അർത്ഥശാസ്ത്രത്തിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ചൂർണി എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പോൾ അർത്ഥശാസ്ത്രത്തിൽ കേരളത്തിനെ കുറിച്ചിട്ടുള്ള പരാമർശം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് പെരിയാറിനെ ചൂർണി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഭാഷാ കൗടില്യം. ഓക്കെ, അത് മലയാളത്തിലേക്ക് അതിൻ്റെ വിവർത്തനം ചെയ്ത സമയത്ത് ഭാഷാ കൗടില്യമാണ്. അർത്ഥശാസ്ത്രത്തിൻ്റെ BC കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട കൗടില്യത്തിൻ്റെ അർത്ഥശാസ്ത്രത്തിൽ കേരളത്തിലെ ചൂർണി എന്ന് പറയുന്ന നദിയെക്കുറിച്ച് പരാമർശമുണ്ട്. അപ്പോൾ അർത്ഥശാസ്ത്രത്തിൽ കേരളത്തിനെ കുറിച്ചിട്ടുള്ള പരാമർശമുണ്ട് എന്ന് മനസ്സിലാക്കുക. കേരളത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ സോഴ്സിൽ നമുക്കത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പഠിക്കാം. യെസ്. ഇനി അടുത്ത നാടാണ് ജൈവ വൈവിധ്യം. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള അതും എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ട്. എൻഡമിക് സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് മാത്രമേ ആ സ്പീഷീസിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ നീലഗിരിയിൽ കാണുന്ന വയനാട് അത് നമുക്ക് വരയാടുകൾ. ഓക്കെ, വയനാടെന്ന്. അപ്പോൾ നീലഗിരിയിൽ കാണുന്ന നീലഗിരി അല്ല, ഈ പറയുന്ന പോലെ ആനമുടിയുടെ ഭാഗമായിട്ട് വരുന്ന എരവികുളം നാഷണൽ പാർക്കിൽ കാണുന്ന വരയാടുകൾ. അപ്പോൾ ആ വരയാടുകളെ നമുക്ക് അവിടെ മാത്രമേ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സിംഹവാലം കുരങ്ങുകൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാലൻ വാലിയുടെ ഭാഗമായിട്ടാണ് സിംഹവാലം കുരങ്ങുകൾ വരേണ്ടത്. പക്ഷേ ഈ ഫോറസ്റ്റ് ഏരിയയിലൂടെ പല ഭാഗത്തേക്കും അത് സ്പ്രെഡ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രദേശത്തേക്കും അവിടെ മാത്രമായിട്ട് റെയർ ആയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകൾ നമുക്ക് കാണാൻ പറ്റും. അത് ആ ഭാഗത്ത് മാത്രമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക. എൻഡമിക് ആയിട്ടുള്ള ധാരാളം സ്പീഷീസുകൾ കാണപ്പെടുന്ന പ്രദേശം കൂടിയാണ് വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത്. ദെൻ ഒരുപാട് ടൂറിസം പൊട്ടൻഷ്യലും വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് ആയിക്കഴിഞ്ഞാലും ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകുന്നതാണ് ഈ പറയുന്ന മലനിരകൾ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോട്ടക്കുന്ന്, ഓക്കെ, അല്ലെങ്കിൽ കൊടികുത്തി മല, കോട്ടക്കുന്ന് എന്നൊക്കെ പറയുന്നത് മലപ്പുറത്തിൻ്റെ ശ്വാസകോശം അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ ഓക്സിജൻ ഹബ്ബ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്രദേശമാണ് ഈ കോട്ടക്കുന്ന് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, പത്രത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് ശുദ്ധമായിട്ടുള്ള ഓക്സിജനൊക്കെ നൽകിക്കൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ പരിസ്ഥിതിയും സമ്പദ് വ്യവസ്ഥയും താങ്ങി നിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള മലനിരകൾ എന്നുള്ളത് ഒന്ന്
ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇൻഫർമേഷൻ ആണ്. ഓക്കെ, യെസ്. ദെൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പീക്കുകൾ, പ്രധാനപ്പെട്ട കൊടുമുടികൾ, മലകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിയാണ് പറഞ്ഞത്. അതായത് റിവേഴ്സ് ഇവിടുന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എക്കോ ടൂറിസം, അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള ടൂറിസം പൊട്ടൻഷ്യൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇൻഫർമേഷൻസ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്യാപ്പുകളാണ്. നമ്മുടെ കേരളത്തിൻ്റെ ജോഗ്രഫിയെ ഏറെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള ഗ്യാപ്പുകൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഗ്യാപ്പാണ് പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാലക്കാടുള്ള ആ ഒരു വിടവ് എന്ന് പറയുന്നത്. കേരളത്തിനെയും തമിഴ്നാടിനെയും റോഡ് വഴിയും റെയിൽ വഴിയും കണക്ട് ചെയ്യുന്നത് ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, റോഡും കാണാൻ വേണ്ടിയിട്ട് പറ്റും, അതുപോലെ തന്നെ റെയിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ തമിഴ്നാട്ടിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഷൊർണൂരിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന പാലക്കാട് ഗ്യാപ്പ് വഴിയാണ് സാധാരണ പോകാറുള്ളത്. ദെൻ ഈവൻ നമ്മുടെ ട്രെയിൻ ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്ന ട്രെയിനുകളാണെന്നുണ്ടെങ്കിൽ അത് സാധാരണ പാലക്കാട് ഗ്യാപ്പ് വഴി കയറിയിട്ടാണ് പോകാറുള്ളത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇനി ഈ പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആനമലൈ ഹിൽസിനും നീലഗിരി കുന്നുകൾക്കും ഇടയ്ക്കാണ്. നമ്മൾ നേരത്തെ ഒരു ഇമേജ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഇടയ്ക്ക് വരുന്ന ആ ഒരു പ്രദേശമാണ് പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നോർത്തായിട്ട് വരുന്നത് നീലഗിരി കുന്നുകളാണ്, സൗത്തായിട്ട് വരുന്നത് ആനമല കുന്നുകളാണ്. അതിനും സൗത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏലമല വരുന്നുണ്ട്. വീണ്ടും കുറച്ചുകൂടെ സൗത്തിലേക്ക് പോകുകയാണെങ്കിൽ അഗസ്ത്യമലയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ നോർത്ത് ടു സൗത്ത് മൗണ്ടെയിൻസിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതും കൂടെ പഠിച്ചു വെക്കണേ. ഇനി വരുന്ന മത്സര പരീക്ഷകളിലൊക്കെ അത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും. നോർത്ത് ടു സൗത്ത് മൗണ്ടെയിൻസിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഹൈറ്റിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്, അതൊക്കെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. ഏറ്റവും കൂടുതൽ ആനമല വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് മീശപ്പുലിമല വരുന്നുണ്ട്. ആ ഒരു ഹൈറ്റിൻ്റെ ഓർഡറും കൂടെ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പഠിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ആദ്യത്തെ 4-5 എണ്ണമെങ്കിലും നിങ്ങളൊന്ന് പഠിച്ച് വയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എലിമിനേഷനിലൂടെയെങ്കിലും ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി ഈ ഒരു പാലക്കാട് ഗ്യാപ്പിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പാലക്കാട് ഗ്യാപ്പിലൂടെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാലാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ചൂടുള്ള ഉഷ്ണക്കാറ്റ് പാലക്കാടേക്ക് എത്തുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന, ടെമ്പറേച്ചർ ഏറ്റവും കൂടിയ പ്രദേശം എന്ന് പറയുന്നത് പാലക്കാടാണ്. അതിന് കാരണമെന്ന് പറയുന്നത് പാലക്കാട് ഗ്യാപ്പാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റ്, ഉഷ്ണക്കാറ്റ് കേരളത്തിലേക്ക് എത്തുന്നത് ഈ പറയുന്ന പാലക്കാട് ഗ്യാപ്പിലൂടെയാണ്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ നമ്മുടെ കേരളത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതും ഈ പറയുന്ന പാലക്കാട് ഗ്യാപ്പിലൂടെയാണ്. അപ്പോൾ പാലക്കാട് ആ ഒരു പ്രദേശത്ത് നോർത്ത് ഈസ്റ്റേൺ മൺസൂണിൻ്റെ ഭാഗമായിക്കൊണ്ട്, ഓക്കെ, അതായത് വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ ഭാഗമായിക്കൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശം എന്ന് പറയുന്നതും പാലക്കാടാണ്. അതിന് കാരണമെന്ന് പറയുന്നതും ഈ പറയുന്ന പാലക്കാട് ഗ്യാപ്പാണ്. ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇനി ഈ പ്രദേശത്തെ കൃഷിയെയും അതുപോലെ തന്നെ ജനവാസ വ്യവസ്ഥയും ഒക്കെ ഇത് സ്വാധീനിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, തമിഴ്നാടിൻ്റെ ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ പാലക്കാടിൻ്റെ ചില ഭാഗങ്ങളിലും, ഓക്കെ, ചില താലൂക്കുകളിലൊക്കെ നമുക്ക്, അപ്പോൾ ചിറ്റൂർ പോലെയുള്ള ചില താലൂക്കുകളൊക്കെ നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കറുത്ത മണ്ണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ബ്ലാക്ക് സോയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ പരുത്തി കൃഷി ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലായി കഴിഞ്ഞാലും പാലക്കാടായി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പരുത്തി കൃഷി, കറുത്ത മണ്ണ്, ഇതെല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കൃഷിയെയും ജനവാസ വ്യവസ്ഥയും ഒക്കെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ, ഉഷ്ണ കാലാവസ്ഥ, അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ്, ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന പാലക്കാട് ഗ്യാപ്പാണ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. എന്നാൽ അതേസമയം കേരളത്തിനെയും അതുപോലെ തന്നെ തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്പോർട്ടേഷൻ സോൺ കൂടെയാണ് ഈ പറയുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യേണ്ടത്, നിർബന്ധമായിട്ടും ഓർത്ത് വെക്കേണ്ടത്. ഗ്യാപ്പിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, വായിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റ് ചില ചുരങ്ങളും കൂടെ നോക്കുകയാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ആര്യങ്കാവ് ചുരം എന്ന് പറയുന്നത്. ഓക്കെ, ആര്യങ്കാവ് ചുരം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കൊല്ലത്തിനെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്നത്. അതായത് പുനലൂർ ചെങ്കോട്ട, ഇതാണ് സാധനം. പുനലൂർ ചെങ്കോട്ട എന്നുള്ള രൂപത്തിലേക്കാണ് അറിയുന്നത്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ കൊല്ലത്തിനെയും തമിഴ്നാടിനെയും കൂടെ കണക്ട് ചെയ്യുന്നതാണ് ആര്യങ്കാവ് ചുരം എന്ന് പറയുന്നത്. ഓക്കെ, കൊല്ലത്തിന് തമിഴ്നാടുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പണ്ട് കാലം മുതലേ, അതായത് ചേര ചോളന്മാരുടെ കാലഘട്ടം മുതലേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ചുരമാണ് ആര്യങ്കാവ് ചുരം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന നമ്മുടെ താമരശ്ശേരി ചുരമൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ, അതായത് ചേര ചോളന്മാരുടെ കാലഘട്ടത്തിൽ അത്രത്തോളം ഉപയോഗിക്കാത്ത ഒരു ചുരമായിരുന്നു ഈ പറയുന്ന നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത്. അത് പിന്നീട് ബ്രിട്ടീഷുകാരൊക്കെ വന്ന് കരിന്തണ്ടൻ്റെ സഹായത്തോട് കൂടിയിട്ട് പിന്നീട് നമ്മൾ ബിൽഡ് ചെയ്ത് എടുക്കുന്നതാണ് ഈ പറയുന്ന താമരശ്ശേരി ചുരം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക, PSC ചോദിച്ചതായിരുന്നു കരിന്തണ്ടൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചുരം കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കരിന്തണ്ടൻ്റെ ഒരു പ്രതിമവും അവിടെ ഒരു ക്ഷേത്രമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കരിന്തണ്ടൻ്റെ ബ്രിട്ടീഷുകാർ ഈ ചുരം കണ്ടുപിടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയതിന് ശേഷം കുന്നുകളഞ്ഞു എന്നുള്ള രൂപത്തിലേക്കൊക്കെയുള്ള ഐതിഹ്യങ്ങളും മിത്തുകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പിന്നീട് കരിന്തണ്ടൻ പ്രേതമായിട്ട് വരികയും ആ കരിന്തണ്ടൻ്റെ പ്രേതത്തിന് തളച്ച ക്ഷേത്രം അല്ലെങ്കിൽ പ്രദേശമാണ് ഈ പറയുന്ന ഒരു കരിന്തണ്ടൻ്റെ ആ ഒരു പ്രതിമ നിൽക്കുന്ന പ്രദേശം എന്നുള്ള രൂപത്തിലേക്കൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും.
ഓക്കെ, യെസ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ കൊല്ലത്തിനെയും തമിഴ്നാടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന, കാരണം കൊല്ലം നിങ്ങൾക്കറിയാം പണ്ട് കാലത്തെ വാണിജ്യ കേന്ദ്രമായിരുന്നു, മുസിരിസ് അടക്കമുള്ള നമ്മുടെ തുറമുഖങ്ങൾ വരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ കാഷ്യൂനട്ട് ക്യാപിറ്റൽ, ഇതൊക്കെ കൊല്ലമായിരുന്നു. അപ്പോൾ കൊല്ലത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദേശീയ നാട് എന്ന് പണ്ട് അറിയപ്പെട്ടു. അപ്പോൾ ഈ കൊല്ലത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളം എക്സ്പോർട്ടും ഇമ്പോർട്ടും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തമിഴ്നാടുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നതുള്ളത് കൊണ്ട് തന്നെ അതൊരു വാണിജ്യ കേന്ദ്രം കൂടെയായിരുന്നു, അല്ലെങ്കിൽ ഒരു വാണിജ്യ ഹബ്ബ് കൂടെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന ആര്യങ്കാവ് ചുരം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ദെൻ താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം എന്ന് പറയുന്നത് വയനാട് ഊട്ടി യാത്രകളിലൊക്കെ നമ്മൾ ഏറെ ആശ്രയിക്കുന്നതാണ് താമരശ്ശേരി ചുരം. അതല്ലെന്നുണ്ടെങ്കിൽ ഇനി അതല്ലെങ്കിൽ നാടുകാണി ചുരം വരുന്നുണ്ട്. ഓക്കെ, നാടുകാണി ചുരം, അതായത് നിലമ്പൂർ വഴി പോയിട്ട് നാടുകാണി ചുരം കയറിയിട്ട് അങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പോകാറുണ്ട്. അപ്പം വയനാട് ചുരം വരുന്നുണ്ട്. ഇനിയിപ്പോൾ വയനാട് ചുരവും നമുക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഓവർകം ചെയ്തുകൊണ്ട് നമുക്കിനി നേരിട്ട് എന്ത് വരുന്നുണ്ട്, തുരങ്കപാത വരുന്നുണ്ട്. അതും കൂടെ വരുന്ന സമയത്ത് ചുരമില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വയനാട് ആ ഒരു കയറ്റം കയറാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രത്യാക്ഷിക്കാം. അപ്പം ഇവിടെ ജസ്റ്റ് ഈ കാര്യം ഓർത്ത് വയ്ക്കുക, താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ആ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ അവിടെ ഓർത്ത് വയ്ക്കണം. ദെൻ പെരിയ ചുരം വരുന്നുണ്ട്, അത് ഈ പറയുന്ന കണ്ണൂരാണ്. ഓക്കെ, കണ്ണൂർ, അതായത് മൈസൂരിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കണ്ണൂരിൽ നിന്ന് പെരിയ ചുരം വഴി മാനന്തവാടി അങ്ങനെ മൈസൂരിലേക്കൊക്കെ നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് പെരിയ ചുരം എന്ന് പറയുന്നത്. അത് വരുന്നത് കണ്ണൂരാണ്. അതും കൂടെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. ദെൻ പാലക്കാട് ചുരം വരുന്നുണ്ട്. ഓക്കെ, പാലക്കാട് ചുരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് ഗ്യാപ്പ് പ്രധാനമായിട്ടും കോയമ്പത്തൂരും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന പാലക്കാട് ചുരം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ദെൻ നാടുകാണി ചുരം നേരത്തെ പറഞ്ഞ പോലെ നിലമ്പൂർ ഗൂഡല്ലൂർ കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നിലമ്പൂർ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പിന്നീട് ഗൂഡല്ലൂർ, അവിടെ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലേക്കൊക്കെ പോകുന്നത്. ഓക്കെ, അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കാം, റൈറ്റും എടുക്കാം. അപ്പോൾ അങ്ങനെ രണ്ട് രൂപത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ നാടുകാണി ചുരം വഴി നിലമ്പൂർ ടു ഗൂഡല്ലൂർ കണക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, യാത്ര പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, അവിടെ ഓർത്ത് വെക്കണം. ഓക്കെ, ദെൻ അടുത്തതാണ് പേരമ്പാടി ചുരം എന്ന് പറയുന്നത്. പേരമ്പാടിയും ഈ പറയുന്ന പോലെ പ്രധാനമായിട്ടും കണ്ണൂരിനെ കൂർഗുമൊക്കെ ആയിട്ട്, അതായത് നമ്മുടെ കർണാടകയുടെ കൂർഗുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് പേരമ്പാടി ചുരം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനമായിട്ടുള്ള ചുരങ്ങൾ എന്ന് പറയുന്നത്. അത് എവിടെയാണ് വരുന്നത്, ഏതെല്ലാം പ്രദേശങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത്, ഏത് ജില്ലയിലാണ് വരുന്നത്, ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒന്ന് ഓർത്ത് വെക്കണം. അത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യേണ്ടത്, ഓർത്ത് വെക്കേണ്ടത്. ദെൻ ഇവിടുന്ന് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു ചില ചോദ്യങ്ങളാണ്, ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്, അതല്ലെങ്കിൽ നമ്മുടെ വെസ്റ്റേൺ ഘട്ടത്തിൻ്റെ തന്നെ പശ്ചിമഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ ചുരം ഏതാണ് എന്നുള്ള രൂപത്തിലേക്കൊക്കെ ചോദ്യം വരും. ദെൻ അതുപോലെ തന്നെ നീലഗിരി അതുപോലെ തന്നെ ആനമലൈ ഹിൽസിൻ്റെ ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ്, അതുപോലെ തന്നെ കേരളത്തിലെ പാലക്കാടിനെയും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ സമതല പ്രദേശങ്ങളെയും കണക്ട് ചെയ്യുന്ന ചുരം ഏതാണ്. ഇങ്ങനെ ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം ആൻസർ എന്ന് പറയുന്നത് പാലക്കാട് ഗ്യാപ്പ് അല്ലെങ്കിൽ പാലക്കാട് ചുരമാണ്. അതും കൂടെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇൻഫർമേഷൻസ് ആണ്. യെസ്, ദെൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ആര്യങ്കാവ് പാസ് അതല്ലാതെ മറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പാസുകൾ കാര്യങ്ങൾ അതിവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. ഇനി നമ്മൾ പീഠഭൂമി, ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പീഠഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പീഠഭൂമികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നോർത്തേൺ പീഠഭൂമി, സദേൺ പീഠഭൂമികൾ, അതുപോലെ തന്നെ നമ്മുടെ ആസിയൻ അല്ല, നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ വരുന്ന മേഘാലയൻ പീഠഭൂമി, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് രണ്ട് പ്രധാനപ്പെട്ട പീഠഭൂമികളാണ് വരുന്നത്. നിങ്ങൾക്കറിയാം വയനാട് ചുരം നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു സമതല പ്രദേശമാണ്, വയനാട് ഒരു സമതല പ്രദേശമാണ്. അപ്പോൾ കയറ്റം കയറിയിട്ട് ആ പർവ്വത നിരകൾക്ക് ഇടയിൽ കിടക്കുന്ന സമതല പ്രദേശങ്ങളെ നമ്മൾ സാധാരണ എന്ത് പറയാറുണ്ട്, ഈ മൗണ്ടെയിൻസിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഇൻ്റർ മൗണ്ടെയിൻ പ്ലാറ്റ്യൂ എന്ന് പറയാറുണ്ട്. നമ്മൾ പ്ലാറ്റ്യൂസ് പഠിച്ച സമയത്ത്, പീഠഭൂമി പഠിച്ച സമയത്ത് അവിടെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ പർവ്വതങ്ങൾക്ക് ഇടയ്ക്ക് കിടക്കുന്ന ഇൻ്റർ മൗണ്ടെയിൻ പ്ലാറ്റ്യൂ ആയിട്ട് വരുന്ന പ്രദേശമാണ് വയനാട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് മൂന്നാർ എന്ന് പറയുന്നത്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. രണ്ടിൻ്റെയും ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഇമേജസിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾക്കറിയാം തണുത്ത കാലാവസ്ഥയായിരിക്കും, താഴ്വാരങ്ങൾ ഉണ്ടായിരിക്കും, അവിടെ കൂടുതലായിട്ട് ജനപ്രദേശങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ തോട്ടവിളകൾ അവിടെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. ആ ഒരു ഇൻഫർമേഷൻസ് മാത്രം എന്ത് ചെയ്യുക, അവിടെ നിന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ പ്ലാറ്റ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിക്കുക. പ്ലാറ്റ്യൂസ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറില്ല, എന്നാലും നമ്മളൊരു ജോഗ്രഫി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ബീച്ച്, തീരദേശം, അതുപോലെ തന്നെ സമതല പ്രദേശങ്ങൾ, ദെൻ പർവ്വതങ്ങൾ, പ്ലാറ്റ്യൂസ്, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യണം. അപ്പോൾ ഇന്ത്യയുടെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയം എന്ന് പറയുന്നത് പർവ്വതമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഉത്തര മഹാസമതലം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇടനാട് പോലെ വരുന്ന ഉത്തര മഹാസമതലം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്
വരുന്നത്. അതിന് സമാനമായിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ വരുന്ന പ്ലാറ്റ്യൂ ആണ് വയനാട്, മൂന്നാർ, ഈ 2 പ്ലാറ്റ്യൂസ്. അതുകൊണ്ട് ആ 2 റീജിയനും കൂടെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ദെൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാം. ഒരു പ്ലാറ്റ്യൂ അല്ലെങ്കിൽ പീഠഭൂമി എന്ന് പറയുന്നത് ഒരു ടേബിൾ ടോപ്പ് ലാൻഡ് എന്നാണ് സാധാരണ അറിയപ്പെടാറുള്ളത്. മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് അല്പം ഉയർന്ന് എന്നാൽ അതിന് മുകളിലേക്ക് എത്തുന്ന സമയത്ത് സമതലമായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളെയാണ് സാധാരണ നമ്മൾ പീഠഭൂമികൾ എന്ന് പറയാറുള്ളത്. താഴ്ന്ന പ്രദേശങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കുറച്ചും കൂടെ കൂളായിട്ടുള്ള, കുറച്ചുകൂടെ തണുത്ത കാലാവസ്ഥയായിരിക്കും ഇത്തരം പ്രദേശങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേരള ജോഗ്രഫിയുടെ ബേസിക്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ജിയോ മോർഫോളജി, കേരളത്തിൻ്റെ ജിയോ മോർഫോളജി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോക്കാനുള്ള 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ പറയുന്ന കേരളത്തിലെ നദികളാണ്. പ്രധാനപ്പെട്ട നദികൾ, വാട്ടർ ബോഡീസ്, നാഷണൽ പാർക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ ഇൻ ഡെപ്തിൽ പഠിക്കണം. കാരണം നദികൾ നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അതുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ ഞാൻ നദികളെ കുറിച്ചിട്ട് അത്ര ഡെപ്തിൽ ചർച്ച ചെയ്യാതിരുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് സജസ്റ്റ് ചെയ്യാനും മറക്കരുത്, മടിക്കരുത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് 1-2 ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പ്രദേശങ്ങളോട് തൊട്ടടുത്ത് കിടക്കുന്ന പർവ്വതനിരകൾ അല്ലെങ്കിൽ അവിടുത്തെ ജോഗ്രഫിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതുമായിട്ട് മറ്റുള്ളവർക്ക് അറിയാത്ത യുണീക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കഥകൾ, ഐതിഹ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങളുടെ കമൻസിലൂടെ നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആ ഒരു കാര്യം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏറ്റവും നല്ല, അതായത് ഇപ്പം നമ്മൾ ആരും കേൾക്കാത്ത അങ്ങനെ ലൈക്ക് യുണീക്ക് ആയിട്ടുള്ള ഏതെങ്കിലും കമൻറ്റുകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത കേരള ജോഗ്രഫിയുടെ വീഡിയോയിൽ ആ ഒരു കമൻറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്. സോ താങ്ക് യു എവരി വൺ ആൻഡ് വിഷ് യു എവരി വൺ ഓൾ ദ ബെസ്റ്റ്.